പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ്, രേഖകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കണേ. രേഖകൾ കയ്യിലില്ലെങ്കിൽ പോലും മനസ്സുകൊണ്ട് നിങ്ങൾ ആ രേഖകൾ നിങ്ങളുടെ കയ്യിൽ ഓർക്കുക. ചിലപ്പോൾ മാർക്ക് ലിസ്റ്റ് ആകും, ചിലപ്പോൾ സർട്ടിഫിക്കറ്റ് ആകും, ചിലപ്പോൾ ഹോൾ ടിക്കറ്റ് ആകും, ചിലപ്പോൾ പ്രമാണമാകും, ചിലപ്പോൾ നക്കലാകും, ചിലപ്പോൾ പറമ്പ് തരം മാറ്റാനുള്ള അപേക്ഷയാകും, ചിലപ്പോൾ നിങ്ങൾക്ക് വീടിന് നമ്പർ കിട്ടാൻ വേണ്ടിയുള്ള പ്രയാസത്തിൻ്റെ അതിനുള്ള അപേക്ഷ. എല്ലാം മനസ്സുകൊണ്ട് ഓർക്കുക. ആ രേഖകൾ ലഭിക്കാൻ ആവശ്യമായ രേഖകൾ വിസയുടെ രേഖകളാകാം, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൻ്റെ രേഖകളാകാം, അല്ലെങ്കിൽ വിസ ഇൻ്റർവ്യൂ ആകാം. എല്ലാം രേഖകൾ മനസ്സിൽ ഓർക്കുക. നിങ്ങളുടെ ഫയലിലുള്ള മുഴുവൻ രേഖകൾ നിങ്ങൾ ആരെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാൻ വില്ലേജ് ഓഫീസർ തൊട്ട് കളക്ടർ വരെ മന്ത്രി വരെ നിങ്ങളുടെ ഓരോരോ കമ്പനികളിൽ CEO വരെ ബോസ് വരെ സമർപ്പിക്കാനുള്ള എല്ലാ രേഖകളും മനസ്സിൽ സൂക്ഷിക്കുക.
കർത്താവെ, അങ്ങയുടെ മക്കളുടെ രേഖകൾ ഞാനിന്ന് പ്രാർത്ഥിക്കുകയാണ്. ചിലർക്ക് രേഖകളില്ല, ചിലർക്ക് നഷ്ടപ്പെട്ടു, ചിലർക്ക് കിട്ടാനിരിക്കുന്നതേ ഉള്ളൂ, സമയത്ത് കിട്ടണില്ല. അങ്ങനെയുള്ള എല്ലാ രേഖകളും, ചിലർക്ക് രേഖ കൊടുക്കണില്ല, മനഃപൂർവ്വം കൊടുക്കണില്ല, കൈക്കൂലി ഇല്ലാത്തവന് കൊടുക്കണില്ല, അല്ലെങ്കിൽ അവരുടെ ആയിട്ടുള്ള വൈകല്യങ്ങളുള്ളതുകൊണ്ട് കൊടുക്കണില്ല, അല്ലെങ്കിൽ വേറെ താല്പര്യങ്ങളുള്ളതുകൊണ്ട് കൊടുക്കണില്ല. അങ്ങനെയുള്ള പൈശാചികമായ തടസ്സങ്ങൾ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ ശക്തിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൽ നിന്റെ മുഴുവൻ രേഖകളെ അതിൻ്റെ തടസ്സങ്ങൾ വിടുവിക്കുകയും നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. പിതാപുത്രനും പരിശുദ്ധാത്മാവിൽ നീക്കാമേ. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു സീരിയസ് വിഷയം ഡിസ്കസ് ചെയ്തായിരുന്നു. കാര്യം ആധ്യാത്മിക മുന്നേറ്റം, ജീവിത മുന്നേറ്റം എന്ന് പറയുന്നത് അതിൻ്റെ ഘടകങ്ങളെ ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങളോട്. ഒന്ന്, എല്ലാ കാലങ്ങളും നമുക്കുണ്ടാകുന്നതാണ് അനുഗ്രഹത്തിൻ്റെ കാലം. നാം പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹം പ്രാപിക്കുന്നു. അത് ഒരു ഘട്ടമാണ് ശരിക്കും. ഇനി കുറച്ചുകൂടി ഇപ്പോൾ ഉടമ്പടിയിലൊക്കെ ജീവിക്കുന്നവർക്ക് പെട്ടെന്ന് രണ്ടാം മേഖലയിലേക്ക് പ്രവേശിക്കാം. രണ്ടാം മേഖല എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടായിരുന്നു, അഭിഷേകത്തിൻ്റെ മേഖലയാണ്. അഭിഷേകത്തിൻ്റെ മേഖല എന്ന് പറയുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് മോസസിനോട് ദൈവം പറഞ്ഞില്ലേ, എന്താ പറഞ്ഞത്? ഞാൻ ഈ ദിവസങ്ങളിൽ ധ്യാനത്തിൽ പറയുന്നുണ്ടത്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ലതാണ്. അതായത് മോസസിനോട് ദൈവം എന്താണ് ഒരു വാഗ്ദാനം കൊടുത്തത്? ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും, നിങ്ങൾ പോകുന്നിടത്തല്ല, അല്ലേ? അപ്പം അതൊരു നിങ്ങൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. അവിടെ ആശ്വാസമാണ് കൊടുക്കുന്നത്. പുറപ്പാട് 33:14 കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. അപ്പം ദൈവ ബ്ലെസ്സിങ്സിൻ്റെ ഒരു തലമാണത്. ബ്ലെസ്സിങ്സ്, അനുഗ്രഹം. ഞാൻ തന്നെ നിൻ്റെ കൂടെ വരികയും നിനക്ക് ആശ്വാസത്തിൻ്റെ അനുഗ്രഹം തരികയും ചെയ്യും. പക്ഷേ ജോഷുവയുടെ കാലം, മോസസിൻ്റെ കാലം കഴിയുമ്പോൾ പിന്നെ ജോഷുവയാണ്. ജോഷുവയുടെ ഡ്യൂട്ടി മോസസിനേക്കാൾ കുറച്ചുകൂടി ഹെവി ഡ്യൂട്ടിയാണ്. കാര്യം എന്താണ്? ജോർദാൻ കടക്കണം, ഇവിടെ ഇവരെ ഫിൽട്ടർ ചെയ്യണം. ജോർദാൻ കടക്കാൻ യോഗ്യതയില്ലാത്ത ആൾക്കാരില്ലേ, പല വള്ളത്തെ കാല് കുത്തുന്ന വിശ്വാസത്തിൻ്റെ അപാചയമുള്ള ആൾക്കാരെ ഫിൽട്ടർ ചെയ്ത് കളയണം. അത് ഭയങ്കര സീരിയസ് ഈ വിഷയമാണ്. ജോഷുവ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി മോസസ് ഫിൽട്ടർ ചെയ്തായിരുന്നു. സിനാ മലമുകളിലും താഴെ ഇറങ്ങുമ്പോഴേ കർത്താവിൻ്റെ കൂടെ നിൽക്കുന്നവരെ കൂടെ നിൽക്കാത്തവരെ രണ്ടായിട്ട് ഫിൽട്ടർ ചെയ്യും. ഇതുപോലെ ഓരോ സമയത്തും ദൈവം ഓരോരോ ഘട്ടം പൂർത്തിയാക്കുമ്പോൾ ഫിൽട്ടറിങ് ഉണ്ടാകും. അതെപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ ഈ ഫിൽട്ടറിങ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ലവലാതി മനുഷ്യർ, ദൈവത്തിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും നമ്മുടെ കൂടെ വരും. വാഗ്ദാനം പ്രാപിക്കാൻ പറ്റാത്ത അവസ്ഥയാക്കി അവരുടെ വർത്തമാനങ്ങൾ നമ്മളെ പിന്തിരിപ്പിച്ച് കളയും. അതുകൊണ്ട് മോസസ് പറയണം, അങ്ങനെ പിന്തിരിപ്പന്മാർ നോക്കിയിട്ട് ജോഷുവ പറയുന്നൊരു വാക്കുണ്ട്, നദിക്കക്കരെ നിങ്ങളുടെ പിതാക്കന്മാർ ആചരിച്ച വിഗ്രഹങ്ങളിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു പോകാം. എല്ലാവരും പോയാലും കുഴപ്പമൊന്നുമില്ല, ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ ആരാധിക്കും. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അഭിഷേകം ഉണ്ടാകും. നിലപാടാണത്. ജോഷുവ 24:15 കർത്താവിനെ സേവിക്കുന്നതിന് മനസ്സില്ലെങ്കിൽ നദിക്കക്കരെ നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ വസിക്കുന്ന നാട്ടിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെയാണ് സേവിക്കുക ഇന്നു തന്നെ തീരുമാനിക്കുവിൻ. ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. ഫിൽട്ടറിംഗ് ആണിത്. മോസസ് ഇങ്ങനെ ഫിൽട്ടറിംഗ് നടത്താതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ആധ്യാത്മിക ജീവിതം തന്നെ ഇതുപോലെ ഹരിച്ചരിച്ചാണ് പോണത്. പല താല്പര്യങ്ങളും നമുക്കുണ്ടാകും, ദൈവത്തിന് നിരക്കാത്തതാകും. ചിലപ്പോൾ നമ്മൾ വെറുത്തുപേക്ഷിക്കേണ്ടി വരും. മുൻപുകാലത്തിൻ്റെ ഏറ്റവും വലിയ ചൈതന്യം അതാണ്. ദൈവത്തിന് നിരക്കാത്തതിനെ വെറുത്തുപേക്ഷിക്കണം. അപ്പം ദൈവത്തിന് നിരക്കാത്ത വ്യക്തികളുണ്ടാകും, ദൈവത്തിന് നിരക്കാത്ത ജീവിത രീതിക്കാരുണ്ടാകും, ദൈവത്തിന് നിരക്കാത്ത പെരുമാറ്റ ദോഷങ്ങളുണ്ടാകും. ഇവയെ വിടണം. നദിക്കക്കരെ നിങ്ങളുടെ പിതാക്കന്മാർ വലിയ കാര്യമെന്ന് കരുതി
ആചരിച്ചിരുന്നതിനെ, അതാണ് നിങ്ങൾക്ക് അതോ അങ്ങനെ തന്നെ ജീവിക്കാൻ ഉദ്ദേശമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോവുക. ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. വാഗ്ദാന നാട്ടിലേക്ക് എത്തുന്നതിന് ജോഷുവനെ സഹായിച്ച ഒരുപക്ഷെ ഏറ്റവും ശക്തമായൊരു നിലപാടാണ്. നോയമ്പ് കാലത്ത് വാഗ്ദാന നാട്ടിലേക്ക് നമ്മൾ എത്തുകയാണ്. അപ്പോൾ ദൈവം തിരക്കാത്തതിൽ ഉപേക്ഷിക്കാനുള്ള ധൈര്യം വേണം. ആ ധൈര്യത്തിനാണ് ജോഷുവയുടെ കർത്താവ് പറയുന്നത്, ധൈര്യം വേണം കേട്ടോ, ഐ വിൽ ഗീവ് ഇറ്റ്. ശക്തനും ധീരനുമായിരിക്കുക. അതാണ് ആയിരിക്കുക എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഗീവൺ. അതിനർത്ഥം ജോഷുവ 1:9 എടുത്തു, ശക്തനും ധീരനുമായിരിക്കണമെന്ന്. ശക്തനും ധീരനുമായിരിക്കണമെന്ന്. ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും. ഇങ്ങനെ പല വിഷയങ്ങളുണ്ടാകുമ്പോൾ ഒറ്റപ്പെട്ടു പോവല്ല, ഭയപ്പെടുമല്ലോ, പരിഭ്രമിക്കുമല്ലോ. പരിഭ്രമിക്കുക ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. wherever you go, നീ കാട്ടിപ്പോയാലും കടലിൽ പോയാലും ഞാൻ നിന്നെ കൈവിടാതെ കൂടെ നിൽക്കും. അപ്പം ദൈവത്തിനെ ഒപ്പിച്ച് ജീവിച്ചാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം എല്ലായിടത്തും സംരഭ്യമാകും. നോയമ്പ് കാലം ദൈവത്തിന് നിരക്കാത്ത വ്യക്തികളെയും വിഷയങ്ങളെയും ഇവിടെ ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് ദൈവത്തോട് പക്ഷം ചേർന്ന് അവർക്കാണ് ദൈവം ജോഷുവയെ പോലെ ധൈര്യവും ശക്തിയും നൽകുന്നത്. ആ ശക്തി എൻ്റെ സഹോദരന് ലഭിക്കട്ടെ. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും എന്നെയും എൻ്റെ ഭാര്യയെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിൽ നന്ദി. എൻ്റെ പേര് അച്ചു ടോമി, ഇതെൻ്റെ ഭാര്യ സീനിയ അച്ചു. ഞങ്ങൾ വരുന്നത് എറണാകുളത്തെ കണ്ടാട് ഇടവകയിൽ നിന്നാണ് വരുന്നത്. ആദ്യമേ എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഒത്തിരി അത്ഭുതങ്ങൾ മാതാവ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. എനിക്ക് വിശ്വാസം ഉണ്ടാകുന്നൊരു വ്യക്തി ആയിരുന്നില്ല ഞാൻ ഈ വിശ്വാസത്തിലേക്ക് വരുന്നത് 3ാമത്തെ പ്രാവശ്യം ഇവിടെ വന്നിട്ടാണ് ഞാൻ ഈ വിശ്വാസത്തിലേക്ക് വരുന്നത്. ആദ്യത്തെ തവണ വന്നപ്പോൾ ഈ വഴിയെ പോയി ഇതൊക്കെ തട്ടിപ്പാണ്, ഇതൊന്നും ഇങ്ങനെ നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല, ഇതൊക്കെ ഒരു വെറുതെ ഒരു തട്ടിപ്പാണെന്നൊക്കെ പറഞ്ഞു പോയി. 2ാമത്തെ തവണ വീണ്ടും ഇവിടെ ഇതിലേ വന്നു. ഞാനും വൈഫും അതുപോലെ തന്നെ എൻ്റെ ഫാദർ ഇൻ ലോയും ഞങ്ങൾ 3 പേരും ഇവിടെ വന്നു. അന്ന് ഇവിടെ വന്നപ്പോൾ 60 വയസ്സിന് മുകളിലേക്കുള്ള ആൾക്കാർക്ക് ഇത് ഉടമ്പടി എടുക്കാൻ സാധിക്കില്ല, അങ്ങനെ ഒരു ബോർഡ് കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതൊക്കെ വെറും ബിസിനസ് കാശുണ്ടാക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്, ഇതൊക്കെ നിങ്ങളെന്തിനാ ഈ തിരക്ക്, രാവിലെ വന്നാൽ രാത്രി ഇവിടുന്ന് പോകാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞ് ഇവരെയും കൂട്ടിക്കൊണ്ട് ഞാൻ വീണ്ടും ഇവിടുന്ന് പോയി. അങ്ങനെ ഇരിക്കെ എൻ്റെ വൈഫിന് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം ധാരാളം പല ആൾക്കാർ വഴിയിലൊക്കെ ആൾക്ക് പേപ്പർ കൊണ്ടു കൊടുക്കും, അതൊക്കെ വായിക്കും. ആളുടെ അനുഭവത്തിൽ ഈ കൊണ്ടു തരുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന അത്ഭുതങ്ങളൊക്കെ പറയാറുണ്ടായിരുന്നു. ഞാൻ ഈ പേപ്പർ വായിച്ചിട്ട് അതിനെ വരെ ഞാൻ കളിയാക്കുമായിരുന്നു. ഇത് നടക്കണ കാര്യമൊന്നുമല്ല, ഒരു പേപ്പറിൻ്റെ വഞ്ചി ഉണ്ടാക്കി വെള്ളത്തിലേക്ക് ഇട്ടു, കണ്ണ് തിരിഞ്ഞ് നോക്കുമ്പോൾ അതൊരു വള്ളമായി മാറി എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ ചുമ്മാ കഥ പറയുന്നതെന്നൊക്കെ പറഞ്ഞ് ഞാൻ കളിയാക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നുമല്ല സംഭവിച്ചത്. ഈ 3ാമത്തെ തവണ വന്നു, ഞങ്ങൾക്ക് ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടായി. ഞങ്ങൾ കോടതി കേസും കാര്യങ്ങളെല്ലാം നേരിടുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അങ്ങനെയാണ് ഞങ്ങൾ ഉടമ്പടിയിലേക്ക് വരുന്നത്. ഉടമ്പടി എടുത്ത് കഴിഞ്ഞതിന് ശേഷവും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഞാൻ പറയും, നീ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചാൽ മതി, നീയല്ലേ ഉടമ്പടി എടുത്തത്, ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ലല്ലോ, ഞാനത് കൂടെ ഇരുന്നോളാം, ഞാൻ ആ തിരിയിലൊന്നും തൊടുന്നില്ല, എണ്ണയൊന്നും എടുക്കില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു പോയി. പക്ഷേ ആൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഈ കോടതി കേസുകളെല്ലാം ഞങ്ങൾ മാതാവിന് മുൻപിൽ കഴക്കിൽ വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഉടമ്പടി എടുത്തു. ഞങ്ങൾക്ക് ബിസിനസ്സിൽ ഉണ്ടായിരുന്നു, എനിക്കൊരു ട്രാൻസ്പോർട്ടേഷൻ കമ്പനി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഭയങ്കര സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടിൽ ഞങ്ങൾ നിൽക്കുകയായിരുന്നു, കടമൊക്കെ വന്നിട്ട് എന്ത് ചെയ്യുമെന്നറിയാതെ. അങ്ങനെയാണ് ഉടമ്പടി എടുക്കുന്നത് തന്നെ. ആ ഉടമ്പടി എടുത്ത ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ എൻ്റെ ഫാദർ ഇൻ ലോയും ഫാദറിൻ്റെ ഫ്രണ്ട് വഴി ഒരു പാർട്ടി വന്നു. ഇവർ ഞങ്ങളുടെ എല്ലാ ബാധ്യതകളും ഏറ്റെടുത്തുകൊണ്ട് തന്നെ ആ ബിസിനസ് അവർ ടേക്ക് ഓവർ ചെയ്തു. അത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ തൊട്ട് ഞാൻ ചിന്തിക്കുന്നുണ്ട്, ഇത് എങ്ങനെ സംഭവിച്ചു. എന്ന് വെച്ചാൽ ഞങ്ങൾ കുറേ കാലമായിട്ട് നോക്കുന്നൊരു കാര്യം വെറും 2 ആഴ്ച കൊണ്ട് തന്നെ മാതാവായിട്ട് നടത്തി തന്നു. അവിടെ തൊട്ട് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. അതിനുശേഷം എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, വളർത്തുമൃഗങ്ങൾക്കുണ്ടാകുന്ന സൗഖ്യം, ഇങ്ങനെയൊക്കെ വന്നപ്പോഴാണ് ഞാൻ വിശ്വാസത്തിലേക്ക് പൂർണ്ണമായിട്ടും വന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരിട്ടൊരു പ്രശ്നം വെച്ചാൽ, ഞങ്ങൾക്ക് അന്നും ഞങ്ങൾ ചെറിയൊരു സാമ്പത്തിക ഇടപാടിൽ, അതായത് ഞങ്ങളൊരാൾക്ക് കുറച്ച് പൈസ കൊടുത്ത് അതൊരു ഞങ്ങളെ അയാൾ പറ്റിച്ച് ആ കാശ് കൊണ്ട് പോയി. ഞങ്ങൾ അവിടെ ബുദ്ധിമുട്ടിൽ വീട് പണയം വെച്ചിട്ടാണ് ആ പൈസ കൊടുത്തത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത്
ഞങ്ങൾ അതെല്ലാം തിരിച്ചടയ്ക്കാൻ പറ്റാതെയൊക്കെ ഞങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് ഞങ്ങൾ കോടതിയിൽ കേസായിരുന്നു. ഈ കേസ് അന്ന് നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാർ, അതിൻ്റെ ഞങ്ങളെ പരിചയപ്പെടുത്തിയ ആൾക്കാരെല്ലാവരും കൂടി ഇതൊരു അവധിയിലേക്ക് നീട്ടിവെച്ച് അവർ ആ എതിർകക്ഷിക്ക് ഫേവറബിളായിട്ടുള്ള രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു, മാതാവേ, ഞങ്ങൾക്ക് ഈ എതിര് നിൽക്കുന്നവരാരായാലും എന്തെങ്കിലും അല്ല, ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതില്ല നീ മാറ്റി തരണമെന്ന് പ്രാർത്ഥിച്ചു. ഒരു 3 ആഴ്ച പരമാവധി, അതിനുള്ളിൽ തന്നെ ആ വക്കീലിൻ്റെ ജൂനിയർ ഞങ്ങളെ സംസാരിക്കുകയും അയാളുമായിട്ടുണ്ടാകും ചെറിയൊരു വാക്ക് തർക്കത്തിൽ ഈ സീനിയർ വക്കീൽ ഞങ്ങളോട് പറയുകയുണ്ടായി, നിങ്ങൾ ഈ കേസ് ആർക്കാന്ന് വെച്ചാൽ ഇഷ്ടമുള്ള ആൾക്ക് കൊടുത്തോളൂ, അല്ലെങ്കിൽ ഞാൻ തന്നെ സജസ്റ്റ് ചെയ്യാമെന്നാൽ വേറൊരു വക്കീലിനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്ക് കൊടുക്കാം, വേറെ കാര്യം പ്രശ്നങ്ങളൊന്നുമില്ല, ഇനി നിങ്ങൾ ആ രീതിക്ക് മുന്നോട്ട് പൊക്കോന്ന് പറഞ്ഞു. അത് അത്ഭുതം എന്ന് പറയട്ടെ, 6 മാസമായിട്ട് ഒരു പേപ്പർ പോലും അനങ്ങാതിരുന്ന ആ കേസ് മാതാവിൻ്റെ കൃപ കൊണ്ട് ഞങ്ങൾ പുതിയൊരു നല്ലൊരു വക്കീലിനെ ഞങ്ങളത് ഏൽപ്പിച്ചു. 1.5 മാസം കൊണ്ട് ആ കേസിൽ ഞങ്ങൾക്ക് അതിൻ്റെ എക്സ്പാർട്ടി വിധി കിട്ടി. ഇനി അതിൻ്റെ ആ സമയത്ത് തന്നെ ഞങ്ങൾക്ക് അതിൻ്റെ ബാലൻസ് കോർട്ട് ഫീ അടയ്ക്കാനുണ്ടായിരുന്നു. അതേ സമയത്ത് തന്നെയാണ് ഞങ്ങൾക്ക് വീടിൻ്റെ ജപ്തി നോട്ടീസും വന്നത്. എന്ത് ചെയ്യുന്നറിയില്ല, 5 ലക്ഷം രൂപയോളം കടത്തിൽ ആ സ്പോട്ടിൽ ഞങ്ങൾക്ക് ഉണ്ടാക്കണം. 5 ലക്ഷം രൂപ ഞങ്ങൾക്ക് ഉണ്ടാക്കുകയും വേണം, കോടതിയിൽ ബാലൻസ് പൈസ കെട്ടിവെക്കണം, അതുപോലെ തന്നെ ഈ വീടിൻ്റെ ജപ്തി ഒഴിവാക്കണം. എന്ത് ചെയ്യും? ക്രിസ്മസ് വന്നു, ഡിസംബർ 25 ആയി. ക്രിസ്മസിൻ്റെ സമയത്ത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കണം, എന്ത് ചെയ്യുമെന്നറിയില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞങ്ങൾ ഡിസംബർ 7 ഇവിടെ മാതാവിൻ്റെ മാതാവ് പ്രത്യക്ഷപ്പെട്ട ദിവസം ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ അറിഞ്ഞ് എൻ്റെ കൂടെ ജോലി ചെയ്തുകൊണ്ടൊരു ചേട്ടൻ ഉണ്ടായിരുന്നു, ജിബിന്ന്. ആ ചേട്ടനോട് പറഞ്ഞു, ഇങ്ങനത്തെ ബുദ്ധിമുട്ടിലൊക്കെ വന്നപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു, ഇതൊക്കെ എന്തിനാണ്, മാതാവിനൊരു അത്ഭുതം ചെയ്യാൻ സാധിക്കുമൊന്നുമില്ല, ഇതിങ്ങനെയാണെങ്കിൽ നമ്മളിങ്ങോട്ട് ബുദ്ധിമുട്ടിക്കുമോ. ഞങ്ങൾ പതുക്കെ വിശ്വാസത്തിൽ നിന്ന് പതുക്കെ പിന്മാറി തുടങ്ങി, പ്രാർത്ഥനയൊക്കെ ഉഴപ്പി. അങ്ങനെ വന്നപ്പോൾ ഈ ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞു, എടാ, നീ പ്രാർത്ഥിക്കുന്ന രീതി ശരിയല്ല, നീ ഈ വിശ്വാസത്തിലേക്ക് വരണം, നീ ഉടമ്പടിയിലേക്ക് വരണം, അവൾ മാത്രമേ ഇപ്പോൾ നിങ്ങൾ ഉടമ്പടിയിലുള്ളൂ, അങ്ങനെ ഉടമ്പടിയിലേക്ക് വരണമെന്ന് പറഞ്ഞു, നീ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അതായത് നീ മാതാവിനോട് പ്രാർത്ഥിക്കുക, മാതാവ് എനിക്കൊന്നിനും കഴിവില്ല, ശക്തിയില്ല, എല്ലാം എനിക്ക് മുന്നേ പോയി നീ നടത്തി തരണം എന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചു. ജൂലൈ 7 ഇവിടെ ഞങ്ങൾ രാവിലെ വന്നു. 2 മണിക്ക് ഞങ്ങൾ എറണാകുളത്ത് നിന്ന് പുറപ്പെട്ട് ഇവിടെ ഒരു 3:30 ആയപ്പോൾ വന്നു. 4 മണിക്ക് ഇവിടെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ രാവിലെ തന്നെ മാതാവിൻ്റെ രൂപത്തിൽ ഞങ്ങൾ തൊട്ട് പ്രാർത്ഥിക്കാൻ സാധിച്ചു. കുർബാന കൂടി ഇവിടെ നിന്ന് എല്ലാ പരിപാടിയെല്ലാം കഴിഞ്ഞൊരു ഉച്ചയോടുകൂടി അടുത്തപ്പോഴാണ് ഞങ്ങളിവിടെ തിരിച്ചു പോകുന്നത്. മനസ്സിന് വളരെ ഒരു സന്തോഷമുണ്ടായ ഒരു കാര്യമായിരുന്നത്. കാരണം മാതാവ് പ്രത്യക്ഷപ്പെട്ട ആ ദിവസം ഇവിടെ വരാൻ സാധിച്ചു. അതിനുശേഷം പിന്നെ നടന്നതെല്ലാം മാതാവാണ് നടത്തിയത്. ഞങ്ങൾക്കൊന്നും അറിയില്ല. ഞങ്ങൾക്ക് ഇനി വിൽക്കാനോ പണയം വെക്കാനോ ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല. ഞങ്ങൾക്ക് കോടതിയിൽ കെട്ടിവെക്കാനുള്ള പൈസ എൻ്റെ ഫാദറിൻ്റെ വഴി തന്നെ ഞങ്ങൾക്ക് കണ്ടെത്തി തന്നു. അതുപോലെ തന്നെ ജപ്തി നടപടികൾ, അവിടുത്തെ മാനേജർ ഒരു കാര്യത്തിൽ അടുക്കില്ലാത്തൊരു മനുഷ്യൻ. ഞങ്ങൾ എന്ത് പറഞ്ഞാലും ആൾ എതിര് പറയുന്നു. നിങ്ങൾ അടുത്ത ആഴ്ച തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങണം, ഞങ്ങൾ ലേലത്തിന് വെക്കുകയാണെന്നൊക്കെ പറഞ്ഞു. ഇതൊന്നും ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിലായി. ആ ആളുടെ അടുത്ത് ഞാൻ ഒരു ഉപ്പ്, നമ്മുടെ ഉപ്പ് ഒരു ചെറിയൊരു തുവാലിൽ കയ്യിലെടുത്തിട്ട് ഉപ്പ് കയ്യിൽ പിടിച്ചിട്ട് ഞാൻ മാതാവിനോട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് ഈ മാനേജറെ ഞാൻ പോയി കണ്ടു. ഒട്ടും സമ്മതിക്കാത്ത ആൾ എനിക്ക് ജനുവരി 31 വരെ സമയം തന്നു. അതിനുള്ളിൽ തന്നെ ഈ പണം കൊടുത്ത് ജപ്തി ഞങ്ങൾക്ക് എൻ്റെ വീടിന് ഒഴിവാക്കാൻ സാധിച്ചു. അതിനിടയ്ക്ക് ഞങ്ങളിവിടെ വന്നു, അച്ഛനെ കണ്ടു, ഞങ്ങൾ ഉടമ്പടി പുതുക്കി, അച്ഛനെ കണ്ടു. അച്ഛൻ ഞങ്ങൾക്ക് കാശ് രൂപം വെഞ്ചരിച്ച് പ്രാർത്ഥിച്ചു തന്നു. വീടിൻ്റെ 4 മൂലയ്ക്ക് ഉപ്പ് വിതറി ഈ കാശ് രൂപം വീട്ടിൻ്റെ വസ്തുവിൽ കുഴിച്ചിടാൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്തു. അതിന് ശേഷമാണ് ഞാൻ ഈ മാനേജറെ പോയി കണ്ടത്. എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, കാരണം മാതാവ് അത്ഭുതം പ്രവർത്തിക്കും. മാതാവ് അത്ഭുതം പ്രവർത്തിച്ചു. നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, നമ്മുടെ കൈ കെട്ടിയിട്ട അവസ്ഥയാണ്. അതെല്ലാം മാതാവ് ഞങ്ങൾക്ക് ചെയ്തു തന്നു. ഞാൻ ഈ വിശ്വാസത്തിലേക്ക് വന്നത് തന്നെ ഇങ്ങനെയുള്ള പല അനുഭവങ്ങൾ കൂടി തന്നെയായിരുന്നു. അവിശ്വാസിയായിട്ടൊരു മനുഷ്യനായിരുന്നു ഞാൻ. അതുപോലെ തന്നെ ഞങ്ങൾ മൂലം അതായത് എൻ്റെ വൈഫിന് ജോലി കിട്ടി. ആൾക്ക് ജോലി ഉണ്ടായിരുന്നത് ഒരു ചെറിയൊരു കമ്പനിയിൽ ചെറിയ തുച്ഛമായ ശമ്പളത്തിലായിരുന്നു. അതിനുശേഷം ഒരു ഇൻ്റർവ്യൂ എടുത്തിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ അവർ പറഞ്ഞത്, പെണ്ണുങ്ങൾക്ക് ഞങ്ങൾ ജോലി കൊടുക്കില്ല, ആണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അത് ടൈമിങ് രാവിലെ 8 തൊട്ട് രാവിലെ 10 തൊട്ട് രാത്രി 8 വരെയാണ് സമയം. ഈ സമയത്ത് വലിയ ബസ് റൂട്ടൊന്നുമില്ല. കാക്കനാട് സെസ്സിലാണ് ജോലി. അപ്പോൾ നിങ്ങൾക്ക് വരാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് ആൾ ഒഴിവാക്കി. പക്ഷേ ഒരു 2-3 മന്ത്സിനുള്ളിൽ തന്നെ ഇവർ തിരിച്ച് വൈഫിനെ വിളിച്ചു. വൈഫിന് ആ ജോലി കിട്ടി. ഈ പ്രശ്നങ്ങളൊന്നുമില്ല, അവർക്കൊരു ബുദ്ധിമുട്ടുമില്ല. നല്ല ശമ്പളത്തിലൂടെ ഒരു അമേരിക്കൻ ബേസ് കമ്പനിയാണ്. ആൾ ഉടമ്പടിയിൽ മാതാവിനോട് ഇത് വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. അതങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. പിന്നെ ഉണ്ടായി ഞങ്ങൾ ഡെയിലി ലൈഫിൽ ഞങ്ങൾ തൈലവും ഉപ്പും
തേനും എല്ലാം യൂസ് ചെയ്യും. ഞങ്ങൾ എപ്പോഴും ഏത് യാത്രയ്ക്ക് ഇറങ്ങുമ്പോഴും അതിനുശേഷം ഏത് യാത്രയ്ക്ക് ഇറങ്ങുമ്പോഴും തൈലം തൊട്ട് കുരിശ് വരച്ച് ഉപ്പ് വിതറി ഞങ്ങൾ തേൻ ഒരു നുള്ളു നാവിൽ വെച്ചിട്ടാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എല്ലാ ദിവസവും ഉണ്ടാകുന്ന തടസ്സങ്ങളും ബുദ്ധിമുട്ടും എല്ലാം മാറി കിട്ടുന്നുണ്ട്. മാത്രമല്ല നമ്മളൊക്കെ ഒന്നും ചെയ്യാൻ കഴിവില്ല, പക്ഷേ അതെല്ലാം മാതാവ് നമുക്ക് ചെയ്തു തരും. അങ്ങനെ ഒരു അത്ഭുതമാണ് ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ കാരണം നമുക്ക് വലിയ സന്തോഷമാണ്. ഞങ്ങൾ കാരണം 2 കുടുംബങ്ങൾ മാതാവിൻ്റെ വിശ്വാസത്തിലേക്ക് വന്നു. അവർ വന്ന് ഉടമ്പടി എടുത്തു. ആ ചേച്ചി ഒരാൾ വൈഫിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ആളാണ്. അവരുടെ വീട്ടിൽ ഒത്തിരി അത്ഭുതങ്ങൾ സംഭവിച്ചു. അതുപോലെ തന്നെ പ്രേക്ഷക പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ചെയ്യുന്നുണ്ട്, ഞങ്ങളും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഞങ്ങൾക്ക് വളരെ ഒരു അത്ഭുതമായിട്ടാണ് തോന്നിയത്. കാരണം ഇങ്ങനെ ചെയ്യാനായിട്ട് ഇതൊന്നും നടക്കില്ല എന്ന് കരുതിയിരുന്നൊരു കാലത്ത് അതിൽ നിന്നും എല്ലാം വ്യത്യസ്തമായി ഇങ്ങനെയല്ല ജീവിക്കേണ്ടത്. നമുക്ക് ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യം വേണം. നമുക്ക് ജീവിതത്തിൽ ലക്ഷ്യബോധം ഉണ്ടാവും. നമ്മുടെ കൂടുതൽ എന്നും ദൈവത്തോട് അടുത്ത് നമ്മൾ ജീവിക്കണം. ഇതെല്ലാം തട്ടിപ്പൊക്കെയാണെന്ന് പറഞ്ഞു പോകുന്നത് പോലെയല്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യവും കാര്യങ്ങളും എല്ലാം ഉണ്ടാകുന്നത് നമ്മൾ പ്രാർത്ഥനയും ദൈവത്തോടു കൂടെ അടുത്ത് ഭക്തിയോടെ പോകുമ്പോഴാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യുന്ന നന്മ ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് വീണ്ടും ധാരാളം നന്മകളും സന്തോഷവും എല്ലാം ഉണ്ടാവും. നമ്മുടെ കുടുംബത്തിൽ ഐക്യവും സമാധാനവും എല്ലാം ഉണ്ടാവും. എൻ്റെ വീട്ടിലെല്ലാവരും പലരും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതെയും സംസാരിക്കാതെയും മിക്കപ്പോഴും വഴക്കും കാലൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ വളരെ ഐക്യത്തിലാണ് ഈ പോകുന്നത്. എന്നുവെച്ചാൽ വീട്ടിൽ നമ്മൾ പ്രാർത്ഥന മുടക്കരുത് ഒരു കാരണവശാലും. ഞങ്ങളുടെ 2 പേരുടെയും ജോലിയുടെ സ്വഭാവം വെച്ചിട്ട് ഞങ്ങൾക്ക് സന്ധ്യാപ്രാർത്ഥന ചെല്ലാൻ പറ്റാറില്ല. കാരണം ആൾ രാത്രി വീട്ടിൽ വരുമ്പോൾ 9:30-10 മണിയാവും. ഞാനും ചിലപ്പോൾ പല സ്ഥലത്തായിരിക്കും. എന്നിരുന്നാലും എങ്ങനെയൊക്കെയാണെങ്കിലും ഞങ്ങൾ ഒന്നിച്ച് വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഞങ്ങൾ റൂമിലിരുന്ന് ഒന്നിച്ച് ഞങ്ങൾ പ്രാർത്ഥന ചൊല്ലി ഉടമ്പടി പ്രാർത്ഥനയും ചൊല്ലിയതിന് ശേഷം മാത്രമേ ഞങ്ങൾ കടന്നിറങ്ങാറുള്ളൂ. രാവിലെ അതുപോലെ തന്നെ 2 ആഴ്ച കൂടുമ്പോൾ ഞങ്ങൾ കുമ്പസാരിക്കും, കാര്യങ്ങളും എല്ലാം ചെയ്യും. പറ്റാവുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ആൾ. തൈലവും ഉപ്പും തേനും അത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മളത് ഉപയോഗിച്ച് തുടങ്ങി. പതിയെ നമ്മുടെ ഈ മാതാവിനോടുള്ള ഉടമ്പടി പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി റുട്ടീനിലൊരു ഭാഗമായി മാറി. നമ്മളത് പിന്നെ ചെയ്യേണ്ടേ ചോദിക്കേണ്ട കാര്യമില്ല. നമ്മളറിയാതെ നമ്മൾ ചെയ്യും. നമ്മൾ എന്നും രാവിലെ എഴുന്നേൽക്കുന്നു, കുളിക്കുന്നു, പല്ല് തേക്കുന്നു എന്ന് പറയുന്ന പോലെ ഡെയിലി റുട്ടീനായിട്ട് മാറും. അങ്ങനെ കഴിയുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും മാതാവ് നമുക്ക് തരും. അതാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഇന്നുണ്ടായ അത്ഭുതം എന്ന് പറയുന്നത്, എനിക്ക് ചുമ ഒരു 4-3 ദിവസമായിട്ട് ചുമയായിരുന്നു. ചുമ നിർത്താതെ ചുമച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ഇന്നുണ്ടായ അത്ഭുതമാണത്. ഞാൻ രാവിലെ ഞങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞിട്ട് തേൻ നാവിൽ വെച്ചു, തൈലം എല്ലാം കഴിഞ്ഞിട്ടാണ് വന്നത്. ഇവിടെ വന്ന് എന്നോട് സിസ്റ്റർ സാക്ഷ്യം പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് നല്ല ചുമയാണ്, എനിക്ക് സംസാരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. വൈഫ് സംസാരിച്ചോളെന്നാണ് പറഞ്ഞത്, സാക്ഷ്യം പറയുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതുവരെ ഞാൻ സംസാരിച്ചിട്ട് നിങ്ങളാരെങ്കിലും ഞാനൊരു ചുമ പോലും ചുമച്ചില്ല. എനിക്ക് ചുമ തന്നെ വന്നിട്ടില്ല. എനിക്ക് തൊണ്ടവേദന ഉണ്ടായിരുന്നു, നല്ല തൊണ്ടവേദനയായിരുന്നു. എനിക്ക് വെള്ളം കുടിക്കാൻ പറ്റില്ല. ഇതുവരെ പച്ചവെള്ളം പോലും കുടിച്ചിട്ടില്ല. ഇത് വെള്ളം തൊണ്ടയിൽ നിറക്കുമ്പോൾ എനിക്ക് വേദന എടുക്കും. ഞാൻ ഇതുവരെ ഒരു ചുമച്ചിട്ടില്ല. ഇത്ര മണിക്കൂറായി അവിടെ വന്നിട്ട്. എനിക്ക് അതിന് ശേഷം ആദ്യം എന്നോട് സിസ്റ്റർ പറഞ്ഞു ചെല്ലണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ചുമയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വൈഫിനോട് പറഞ്ഞു. വൈഫ് പറഞ്ഞു നോക്കി. വീണ്ടും 2ാമത് എന്നോട് പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു പറ്റില്ല, എനിക്ക് ചുമയാണെന്ന് പറഞ്ഞു. പക്ഷേ മാതാവിൻ്റെ വിധി അതായിരുന്നിരിക്കാം. ഞാൻ തന്നെ പറയണം ഇവിടെ സാക്ഷ്യം. പിന്നെ ആ പയ്യൻ വന്ന് പറഞ്ഞു, ചേട്ടൻ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ മടിച്ച് നിന്നു. പക്ഷേ എന്നിട്ട് ഞാനായിട്ട് തന്നെ പറഞ്ഞു, ശരി ഞാൻ പറയാതെ, നീ പറയണ്ട, സാക്ഷ്യം ഞാൻ പറയാമെന്ന് പറഞ്ഞു. എനിക്ക് ഇതുവരെ ചുമയും വന്നില്ല, ഒരു പ്രശ്നങ്ങളുമില്ല, തൊണ്ടയ്ക്ക് വേദനയില്ല, ഒന്നുമില്ല. അതും മാതാവിൻ്റെ അത്ഭുതമാണ് ഇപ്പോൾ ഉണ്ടാക്കി തന്നത്. ഇന്നും മാതാവിൻ്റെ സ്തുതി, ദൈവത്തിൻ്റെ സ്തുതി. കണ്ണീരോടെയാണ് അവർ വരുന്നത്, എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും. ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും. അവരുടെ വഴി സുഗമമായിരിക്കും, അവർക്ക് കാലിടറുകയില്ല. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് 31-ാം അധ്യായം 9-ാം വചനമാണ്. കണ്ണീരോടെയാണ് അവർ വരുന്നത്, എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കുമെന്നാണ്. ദൈവത്തിൻ്റെ കരുണയും ഒരു പിതൃസ്നേഹവുമാണ് നാം കേട്ടത്. ജനങ്ങൾ കണ്ണീരോടെ അവിടുത്തെ അടുക്കൽ വരും. ദൈവം അവരുടെ പ്രാർത്ഥന കേട്ട് അവരെ തിരികെ നയിക്കുകയാണ്. വരണ്ട മരുഭൂമിയിലേക്കല്ല, ജലസ്രോതസ്സുകളുടെ അരികിലേക്ക്, ജീവനും ആശ്വാസവും ലഭിക്കുന്ന ആ ഉറവിടത്തിലേക്കാണ്. ഇടരാത്ത നേരായ വഴിയിലേക്ക്, സുരക്ഷിതമായ
വഴിയിലേക്കുള്ള ജീവിതത്തിലേക്കാണ് ദൈവം അവരെ കരം പിടിച്ച് നയിക്കുന്നത്. കൃപാസനത്തിൽ പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ കണ്ണീരോടെ വരുന്ന മക്കളെ അമ്മ സ്വീകരിക്കുന്നു. അവരുടെ അപേക്ഷകൾ ഉടമ്പടിയിലൂടെ ദൈവത്തിൻ്റെ മുൻപിൽ സമർപ്പിച്ച് വരണ്ട ജീവിതത്തിൽ നിന്ന് കൃപയുടെ ഉറവിടത്തിലേക്ക് നമ്മെ നയിക്കുന്ന അമ്മയാണിവിടെ. ഒരുപക്ഷെ നമ്മളിൽ പലരും ആത്മീയ വഴിതെറ്റലിൽ നിന്നും നേരായ വഴിയിലേക്ക് വന്ന മക്കളാവാം. അങ്ങനെയുള്ള ഒരു വലിയൊരു ഉടമ്പടി സാക്ഷ്യമാണ് അച്ചുവും സീനിയായി നമ്മളോടിപ്പോൾ ഷെയർ ചെയ്തത്. പല പ്രാവശ്യവും പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലെത്തി ഒന്ന് രണ്ട് വന്ന് ഓരോ കാരണത്താൽ തിരികെ പോയി. പിന്നീട് വന്നപ്പോഴാണ് പല കാര്യങ്ങളും കേട്ടു, ഉടമ്പടി പത്രത്തെപ്പറ്റിയും കൃപാസനം പത്രത്തെപ്പറ്റിയും ഉടമ്പടി ജീവിതത്തെപ്പറ്റിയുമൊക്കെ. പിന്നീട് ഈ മകൻ ഇവിടെ വന്നപ്പോഴാണ് ജീവിതത്തിൽ മറ്റേതോ വ്യക്തികളുടെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങൾ കേട്ടു. ഇവർക്കൊരല്പം വിശ്വാസമായി ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയുടെ അടുത്ത് ഉടമ്പടി എടുത്തു. വളരെ പ്രയാസപ്പെട്ട ഒരു ദിവസങ്ങളിൽ കൂടിയായിരുന്നു ഇവർ കടന്നു പോകുന്നത്. അതായത് ബിസിനസ്സിലുണ്ടായിരുന്ന ക്രൈസിസ് പീരീഡിലായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ്, സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണ്, സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മയുടെ കൂടെയാണ് ഈ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തതിൻ്റെ 2 ആഴ്ചക്കുള്ളിൽ തന്നെ ഇവിടെ ഫൈനാൻസ് പ്രോബ്ലം എല്ലാം കൂടെ പെട്ടെന്ന് തന്നെ സെറ്റിലാവുകയായിരുന്നു. ഫ്രണ്ട് കൂടെ ഉണ്ടായിരുന്നതാണ് എപ്പോഴും. പക്ഷെങ്കിൽ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ആ കൂട്ടുകാരൻ്റെ ഇൻ്റർവെൻഷൻ ഇവരുടെ ജീവിതത്തിൽ വരികയും ഫൈനാൻഷ്യലി ഇവരെ ഹെൽപ്പ് ചെയ്യുകയും പെട്ടെന്ന് തന്നെ ആ കടബാധ്യത തീർക്കാൻ സാധിച്ചത്. പിന്നീട് ഈ മകനുണ്ടായിരുന്ന ഒരു വലിയൊരു ഉടമ്പടി ജീവിതത്തിലേക്കുള്ള ഒരു വലിയൊരു കരകയറ്റമായിരുന്നു. പിന്നീടുണ്ടായിരുന്ന കോടതി കേസും ജപ്തി നോട്ടീസുമായിരുന്നു. അതും 6 മാസത്തോളം ഇവർ ട്രൈ ചെയ്തു. ഇവർക്ക് പറ്റില്ല എന്ന് മനസ്സിലായി. അസാധ്യമായെന്ന കാര്യമാണ് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലേക്ക് ഉടമ്പടിയിൽ കൂടെ ഇവർ പറഞ്ഞു കൊടുത്തത്, സമർപ്പിച്ചത്. ആ 6 മാസം ട്രൈ ചെയ്ത കാര്യം 1.5 മാസം കൊണ്ടാണ് പെട്ടെന്ന് തന്നെ വിധിയായി. കോർട്ട് പേയ്മെൻറ്റും ക്ലിയറായി. പിന്നെ ജപ്തി നോട്ടീസ് അയച്ചിരുന്നു. അതും എത്രയും പെട്ടെന്ന് തന്നെ മാതാവിൻ്റെയും ഈശോയുടെയും ഇടപെടലിൽ കൂടെ തന്നെ പെട്ടെന്ന് തന്നെ അവിടെ കാര്യങ്ങളെല്ലാം ക്ലിയറാക്കി കൊടുത്തു. ഈ മകൻ്റെ കാര്യത്തിൽ നമ്മൾക്കൊന്നൊരു കാര്യം കാണാവുന്നതാണ്. വീണ്ടും വീണ്ടും വിശ്വാസം കുറവാകുമ്പോഴത്തേന് പല വ്യക്തികളിൽ കൂടിയാണ് ഈശോയും അമ്മയും ഇവരുടെ ജീവിതത്തിൽ ഇടപെടുന്നത്. ജപ്തി നോട്ടീസ് വന്നപ്പോഴും കോടതിയിൽ ആ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വന്നപ്പോഴും ഈ മകൻ്റെ വിശ്വാസം കുറഞ്ഞു. അപ്പോഴാണ് കൂട്ടുകാരനെ തന്നെ അമ്മ ഇടപെടുത്തി. ആ കൂട്ടുകാരനിൽ കൂടിയാണ് വീണ്ടും ഈ മകനെ ആശ്വസിപ്പിക്കുകയും വീണ്ടും പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ ഡിസംബർ 7-ാം തീയതി എത്തുകയും അമ്മ പ്രത്യക്ഷപ്പെട്ട ദിവസം വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. അത് ചെയ്തതിന് പിറ്റേ പ്രാവശ്യം തന്നെ അവർ പോയപ്പോൾ തന്നെ അവരുടെ കോടതി കാര്യവും ജപ്തി കാര്യവും എല്ലാം എത്ര പെട്ടെന്നാണ് പരിശുദ്ധമ്മ ഇടപെട്ടത്. ഇതുപോലെ തന്നെയാണ് നമ്മൾ സ്നേഹത്തോടെ ഈശോയുടെ അമ്മയുടെ അടുത്ത് തിരിച്ചു വരുമ്പോഴൊക്കെ അമ്മ കൂടുതൽ നമ്മുടെ കാര്യത്തിൽ ഇടപെടുകയാണ്. നമുക്ക് അസാധ്യമാണ്, നമുക്കൊന്നും ഒരു എത്തും പിടിയുമില്ലാത്ത സമയത്തും മറ്റ് വ്യക്തികളെയാണ് ഈശോയും അമ്മയും നമുക്ക് വേണ്ടി കരുതലാക്കി നമ്മളുടെ കൂടെ ഇടപെടാനായിട്ട് കരുതി വിടുന്നത്. അങ്ങനെയാണ് ഇവർ വീണ്ടും പ്രാർത്ഥിച്ച് അച്ഛൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിച്ചു. കാശ് രൂപവുമായിട്ടാണ് അവർ വീണ്ടും വീട്ടിൽ തിരിച്ചു പോയത്. പിന്നീട് ആ കാശ് രൂപമാണ് ഇട്ടാണ് ആ സ്ഥലത്ത് വീടിൻ്റെ 4 കോണിലും ഉപ്പിട്ട് പരിശുദ്ധ ഉടമ്പടിയുടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി അച്ഛൻ തന്ന കാശ് രൂപം ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ആ ജപ്തിയുടെ കാശും പിന്നെ കോർട്ട് പേയ്മെൻറ്റും എല്ലാം പെട്ടെന്ന് തന്നെ അമ്മ ഇടപെട്ട് ക്ലിയറാക്കി കൊടുത്തത്. പിന്നീടുണ്ടായിരുന്ന ഒരു ജോലിക്കാര്യമായിരുന്നു. ഉടമ്പടി ജീവിതത്തിലെ ഉടമ്പടി മക്കളുടെ ഓരോ കാര്യം നോക്കിക്കേ, ഓരോ കാര്യത്തിൽ ഈശോയും അമ്മയും പെട്ടെന്നാണ് ഇടപെടുന്നത്. അതാണ് സമയത്തിൻ്റെ അമ്മ. അമേരിക്കൻ ബേസ്ഡ് കമ്പനിയിൽ ഒരു നല്ല ജോലി കിട്ടുക, അതും അവർക്ക് വേണ്ടത് ഒരു മെയിൽ സ്റ്റാഫിനെ ആയിരുന്നു. ഏത് രക്ഷയിലും ഏത് കാര്യത്തിലും ഒരു ഫീമെയിലിനെ വെക്കാൻ സാധ്യത കുറവുള്ളൊരു ജോലിയാണ്. കാണാൻ ടൈമിങ്ങും പിന്നെ 2 വീലറിൻ്റെ യൂസും എല്ലാം നോക്കുമ്പോഴത്തേന് ഒരു ഫീമെയിലിന് കിട്ടേണ്ട ഒരു ചാൻസ് അല്ല. പക്ഷെങ്കിൽ അവിടെയും അമ്മ ഇടപെട്ടു. ചാൻസ് ഇല്ലാത്ത സ്ഥലത്ത് അമ്മ ചാൻസ് കൊടുത്ത്
ആ കമ്പനിയിൽ തന്നെ, അമേരിക്കൻ ബേസ്ഡ് കമ്പനിയിൽ തന്നെ ഈ ആൾക്കൊരു നല്ല ജോലി കിട്ടി. അവരുടെ ഫൈനാൻഷ്യലി വീണ്ടും അവരെ ഹെൽപ്പ് ചെയ്യുകയാണ്. ഇതാണ് ഉടമ്പടി ജീവിതത്തിൽ. പിന്നീട് വന്ന വലിയൊരു കാര്യം ഇവരുടെ കുടുംബത്തിലെ രമ്യതയാണ്. ഉടമ്പടി ജീവിതത്തിൽ, ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ എല്ലാവരോടും ക്ഷമിക്കുവാനും സഹകരിക്കാനും സ്നേഹിക്കാനുമുള്ള ഒരു അനുഗ്രഹമാണ് ദൈവം കൊടുക്കുന്നത്. കുടുംബത്തിലെ രമ്യതയും സ്നേഹവും സൗഹൃദവും വന്നപ്പോൾ അവരുടെ ജീവിതം ആകെപ്പാടെ അങ്ങ് മാറ്റി. അനുഭവ സാക്ഷ്യങ്ങളിലൂടെയാണ് ഈ മകന് കുറച്ചൊക്കെ പരിശുദ്ധ അമ്മയെപ്പറ്റി അറിയാൻ സാധിച്ചത്. അറിവ് പിന്നെയാണ് അനുഭവമായി മാറിയത്. അനുഭവമാണ് ഈ മകനെ പിന്നെ ബോധ്യത്തിലേക്ക് മാറ്റിയത്. ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ സമയച്ചുരുക്കം ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം മൂലമാണ്. വിശ്വാസം എപ്പോൾ പ്രഖ്യാപിക്കുന്നോ അപ്പോൾ ദൈവം പ്രവർത്തിക്കുവാൻ തുടങ്ങും. നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ കരഞ്ഞു വരുന്നവർ സന്തോഷത്തോടെ മടങ്ങുകയെന്ന് നമുക്ക് വിശ്വസിക്കാം. കാരണം അമ്മ മാതാവാണ് എല്ലാവരെയും ഈശോയിലേക്ക് നയിക്കുന്നത്. ദുഃഖത്തിൽ ക്ലേശത്തിൽ കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മെ ഉപേക്ഷിക്കില്ല. ആത്മീയമായ വരൾച്ചയിൽ ദൈവം കൃപയുടെ ജലത്തിലേക്ക് നയിക്കും. വഴിതെറ്റിയവരെ അമ്മ തിരികെ നയിക്കും. നമ്മുടെ കണ്ണീർ പ്രാർത്ഥനയായി ദൈവത്തിന് മുൻപിൽ മാറുമ്പോൾ അമ്മയെ അത് വലിയ വലിയ കൃപകളായി നമുക്ക് തിരികെ നൽകുന്നു. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും പരിശുദ്ധ അമ്മയോടും ഈശോയോടും ചേർത്ത് വെച്ച് നമുക്ക് വിശ്വാസത്തോടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. അച്ചുവിനും സീനയ്ക്കും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. എൻ്റെ പേര് നിതില ലൈബൻ. ഞാൻ വൈപ്പിൻ കുരിശിങ്കൽ പള്ളി ഇടവകയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ ഹസ്ബൻഡ് ലൈബൻ. എൻ്റെ മൂത്ത കുട്ടിയാണ് ഇസഡോറ. ഇത് ഹസ്ബൻഡിൻ്റെ മമ്മി. രണ്ടാമത്തെ കുട്ടി ഇസഹാക്ക്. ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് മാർച്ച് മാസം 2025 ആണ്. എനിക്ക് കൃപാസനത്തെക്കുറിച്ച് കഴിഞ്ഞ 9 വർഷങ്ങളായിട്ട് അറിയാം. ഞങ്ങളിവിടെ മൂത്ത കുട്ടിയായിട്ട് ഇവിടെ വന്നിട്ടുള്ളതാണ്. തപസ് ധ്യാനമൊക്കെ കൂടിപ്പോയവരാണ്. ഈ കാലഘട്ടം അത്രയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം മൂലം, കൃപാസന അമ്മയുടെ മാധ്യസ്ഥം മൂലം ഞങ്ങളുടെ കുടുംബത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ആദ്യമേ തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് പരിപൂർണമായി പൂർണ്ണ മനസ്സോടുകൂടെ തന്നെ അമ്മയുടെ മാധ്യസ്ഥത്തിൽ നേടുത്തുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഞാനിവിടെ ഉടമ്പടിയെക്കുറിച്ച് എനിക്ക് നന്നായി ബോധ്യമുണ്ടായിരുന്നെങ്കിലും ഞാൻ അങ്ങനെ ഉടമ്പടി എടുക്കാനുള്ള ഒരു പ്രേരണ എനിക്ക് ഉണ്ടായിരുന്നില്ല. ആ കാലഘട്ടത്തിലാണ് ഞാൻ ഒരു ജോലിയിൽ കയറുന്നത്. ജോലിയിൽ കയറി ഒരു 6 മാസത്തോളം ഞാൻ എൻ്റെ പരിപൂർണമായി എൻ്റെ കഴിവിനെ ആശ്രയിച്ചുകൊണ്ട് ഞാൻ ആ ജോലിയിൽ തുടരാൻ ആഗ്രഹിച്ചു. അതിൽ സക്സസ് ഉണ്ടാകും, പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ആ പ്രോസസ്സ് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ഇതിൽ ഞാൻ മുന്നോട്ട് പോയി. പക്ഷേ എനിക്ക് പരാജയമായിരുന്നു, വൻ പരാജയമായിരുന്നു. ഒരു കാരണവശാലും എനിക്കതൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. ആ ഒരു അവസ്ഥയിൽ ആകെ മാനസികമായി വിഷമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പിന്നീട് ഞാൻ രണ്ടാമതും കൃപാസനത്തിലെ സാക്ഷ്യങ്ങളെക്കുറിച്ച് പിന്നെയും കാണാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് മനസ്സിലൊരിതുണ്ടായി, ഞാനന്ന് കൃപാസനത്തിൽ വന്ന് ഒരു ദിവസം ഇവിടെ വന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ ഇവിടെ അന്ന് എനിക്കൊരു പ്രേരണയുണ്ടായത് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണം. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഞാൻ രണ്ടാമത് വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയാണ് ഉണ്ടായത്. ഉടമ്പടി എടുത്ത് 3 മാസം കാലയളവിൽ എന്നെക്കൊണ്ടാവുന്ന വിധം ഞാൻ ഉടമ്പടി പാലിക്കാൻ ശ്രമിച്ചു. പക്ഷേ അതിൽ ഞാൻ ഉടമ്പടി നിയോഗങ്ങളിൽ വെച്ച കാര്യങ്ങൾ എൻ്റെ ജോലി മേഖല ഉൾപ്പെടെ വലിയ മാറ്റങ്ങളൊന്നും ഞാൻ കണ്ടില്ല. അങ്ങനെ ഞാൻ ഇവിടെ ഉടമ്പടി പുതുക്കാൻ വന്ന ദിവസം എൻ്റെ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു, ഉടമ്പടിയിൽ വെച്ച നിയോഗങ്ങൾ എന്തെങ്കിലും നടന്നോ? അപ്പോൾ എനിക്കും അതൊരു സെൽഫ് ഇവാലുവേഷൻ ആയിരുന്നു. എന്തുകൊണ്ട് നടന്നില്ല? എല്ലാവരും ഒത്തിരി പേര് ഇവിടെ സാക്ഷ്യം പറയുന്നുണ്ട്, എൻ്റെ കാര്യം എന്തുകൊണ്ട് നടന്നില്ല? ഞാൻ എന്നാലും പുതുക്കിയിട്ട് പോയി കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഞാൻ എൻ്റെ ഉടമ്പടി നിയോഗങ്ങളിൽ പതിയെ മാറ്റങ്ങൾ ഞാൻ കണ്ടു. അന്ന് എന്നെ വരാൻ കാരണമായിട്ടുണ്ടായിരുന്ന എൻ്റെ ജോലി മേഖലയിൽ ഞാൻ എങ്ങനെയെന്നൊന്നും അറിയില്ല, ചെയ്ത കാര്യങ്ങളിൽ നിന്ന് വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഉടമ്പടി വസ്തുക്കൾ ഞാൻ എൻ്റെ ജോലി മേഖലയിൽ എൻ്റെ ഓഫീസിലെല്ലാം ഞാൻ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, അല്ലെങ്കിൽ സഞ്ചാരി മാതാവ് എന്നൊക്കെ ഞാൻ ഇവിടെ പല സാക്ഷ്യങ്ങളിലും കേട്ടിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും അത് ഏറ്റുപറയാനുള്ളൊരു മനസ്സൊരുക്കം എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ അതെല്ലാം ഞാൻ ഏറ്റുപറഞ്ഞ് നിയോഗത്തിൽ രാവിലെയുള്ള ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിൽ മുടങ്ങാതെ കൂടി ആ സമയങ്ങളിൽ എന്താണോ എനിക്കുള്ള തടസ്സം, അവിടെയുള്ള ബോട്ടിലിനൊക്കെ എനിക്ക് മാറ്റിത്തരണം എന്ന് പരിശുദ്ധ അമ്മയോട് പ്രത്യേക മാധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി തന്നെ പിന്നീടുള്ള മാസങ്ങളിലെല്ലാം ടീം എങ്ങനെയാണ് പെർഫോം ചെയ്തിരുന്നത് അതുപോലെ തന്നെ പെർഫോം ചെയ്തെങ്കിലും
സക്സസ് നമ്പേഴ്സ് നമ്മൾ അറിയാതെ തന്നെ കയറി, ടാർഗറ്റ്സ് എല്ലാം മീറ്റ് ആവാൻ തുടങ്ങി, ടീം സ്ട്രീം ലൈൻഡായി, നല്ലൊരു സ്ട്രക്ചറിൽ വീണു, സക്സസ് കാണാൻ തുടങ്ങി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാതെ കഴിഞ്ഞ 2025 ഏറ്റവും ബെസ്റ്റ് മാനേജർ എന്നുള്ള ഒരു റെക്കഗ്നിഷൻ കമ്പനി എനിക്ക് തന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഒരു കാലഘട്ടത്തിൽ ആ കമ്പനി ഈ പ്രോസസ്സ് എങ്ങനെയാണ് താൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത് എന്ന് ചോദിച്ച് ഇടത്തു നിന്നും അങ്ങനെ ഒരു റെക്കഗ്നിഷൻ കമ്പനി എനിക്ക് തരാൻ അതിനുള്ള അവസരങ്ങളും അതിനുള്ള കാര്യങ്ങളെല്ലാം പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥത്തിൽ എനിക്ക് ഒരുക്കി തന്നു. അതിന് അമ്മയ്ക്ക് ഒത്തിരി 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 നന്ദി. ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമത്തേത് എൻ്റെ മോളെ പ്രതിയാണ്. മോള് 7.5 വയസ്സ് കഴിഞ്ഞ് 7.25 വയസ്സായി. മോൾക്ക് വെസ്റ്റ് സിൻഡ്രം എന്നുള്ളൊരു മെഡിക്കൽ കണ്ടീഷനുള്ളൊരു കുട്ടിയാണ്. തുടർച്ചയായിട്ടുള്ള ഫിറ്റ്സ്, സീജർ വരുന്നൊരു കണ്ടീഷനാണ്. ഈ പ്രായമുണ്ടെങ്കിലും 1 വയസ്സിൻ്റേതായിട്ടുള്ളൊരു തിരിച്ചറിവോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞാൽ അങ്ങനെയുള്ള ബോധ്യം അല്ലെങ്കിൽ കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു അവസ്ഥ അവൾക്കില്ല. നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഇരുത്തണമെങ്കിൽ അവളെ ഫോഴ്സ്ഫുള്ളി തന്നെ ഇരുത്തണം, അതല്ലാതെ നമുക്ക് അവളെ പറഞ്ഞ് മനസ്സിലാക്കി ഇരുത്താൻ പറ്റില്ല. അങ്ങനെ ആ കാലഘട്ടത്തിലാണ് ഞാനിവിടെ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഇവളുടെ സീജറിൽ ഒരുപാട് മാറ്റങ്ങൾ കണ്ടു. മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ മനസ്സിൽ ഭയമുണ്ടായ ഒരു സമയം ഉണ്ടായിരുന്നു. ഇവളെ നഷ്ടപ്പെടുമോ, അതുപോലെ സീഷറിൻ്റെ പാറ്റേൺസ് മാറി വന്നു, പലതരത്തിലുള്ള സീഷർ വന്നു. മോൾ ആകെ തളർന്നു. നടന്നു വന്നതാണ് ആൾ, പക്ഷെ നടക്കാത്തൊരവസ്ഥയിലെത്തി. ആകെ ആളിലൊരു മാറ്റം കണ്ടപ്പോൾ ഞങ്ങൾ തിരിച്ച് അമൃതയിലാണ് ഇവളുടെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത്. അമൃതയിൽ കൊണ്ടുപോവാണ്. അമൃതയിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു നമുക്കൊന്ന് EG MRI റിപ്പീറ്റ് ചെയ്യണം. പക്ഷേ ഒരു EG അല്ലെങ്കിൽ ഒരു MRI ഇവൾക്ക് എടുക്കുമ്പോൾ ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്നതാണ് നമുക്കൊരു MRI അനസ്തേഷ്യ ഇല്ലാതെ എടുക്കാൻ പറ്റില്ല, ആൾ കിടക്കില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് EGയും 24 മണിക്കൂറിൻ്റെ EG ആണ്. ഒരു കട്ടിലയിൽ ഇത്രയും വയറൊക്കെ തലയിൽ പിടിപ്പിച്ച് നമ്മൾ അങ്ങനെ ഒരു ഇത് ചെയ്യണമെങ്കിൽ ആളത്രയും നമുക്ക് ഇത് വേണം, ആളവിടെ ഇരിക്കണം. അപ്പോൾ അവർ പറഞ്ഞു സെഡേഷനോട് കൂടെ തന്നെ നമുക്ക് ചെയ്യാം. ഇങ്ങനെ ഒരു കാര്യം സ്കെഡ്യൂൾ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ അമൃതയിലേക്ക് പോകുന്നത്, ഡേറ്റ് കൺഫേം ചെയ്യുന്നത്. അതിനു മുന്നായി ഞാനിവിടെ ജോസഫ് അച്ഛനെ വന്ന് കണ്ടു. ഈ ഒരു നിയോഗം പറഞ്ഞ് അച്ഛൻ്റെ അടുത്ത് നിന്ന് ബ്ലെസ്സിങ് മേടിച്ചിരുന്നു. ബ്ലെസ്സിങ് മേടിച്ചതിന് ശേഷമാണ് ഞങ്ങൾ അമൃതയിലേക്ക് മോളെയും കൊണ്ട് അപ്പോയിൻമെൻറ്റ് ചെല്ലുന്നത്. അങ്ങനെ അവിടെ ചെല്ലുന്നു. ഞങ്ങൾ EGക്ക് വേണ്ടി അഡ്മിറ്റ് ആകുന്നു. മോളിൽ എന്താണ് സംഭവിക്കുന്നതെന്നൊന്നും അറിയില്ല. പക്ഷെ ഞാൻ അവിടെയും ഉടമ്പടി വസ്തുക്കൾ ഞാൻ എല്ലാം ഉപയോഗിച്ചിരുന്നു. എവിടെയാണ് മോള് കിടന്നിരുന്നത് അവിടെ ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഞാനിട്ടു. മോൾക്ക് ഉടമ്പടി തൈലം പുരട്ടി ഞാൻ പ്രാർത്ഥിച്ചു, തേൻ കൊടുത്ത് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. ഇതെല്ലാം ഞാൻ ചെയ്തിരുന്നു. 24 മണിക്കൂർ മോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ, ഒരു സെഡേഷൻ പോലും ഇല്ലാതെ 24 മണിക്കൂർ അവൾ ആ കട്ടിലിരുന്ന്. അവർക്ക് 8 hours സ്ലീപ്പ് വേണമായിരുന്നു, സ്ലീപ്പിംഗ് ടൈമിൽ വേണമായിരുന്നു, അതല്ലാത്ത സമയം അവൾക്ക് ആക്റ്റീവ് ടൈം വേണമായിരുന്നു. ഇതെല്ലാം മോൾ സഹകരിച്ചു. എങ്ങനെയെന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷേ പരിശുദ്ധ അമ്മ അവിടെയുണ്ട്, ഞങ്ങളോട് കൂടെ ഉണ്ട് എന്നുള്ളതിന് അടയാളമായി ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ 24 hour EG കഴിഞ്ഞു. ഇപ്പം നെക്സ്റ്റ് കടമ്പ എന്ന് പറയുന്നത് അനസ്തേഷ്യയോട് കൂടിയിട്ടുള്ളൊരു MRI ആണ്. അപ്പോൾ ഇവളിങ്ങനെ മോൾ ഇതിനോട് വളരെയധികം സഹകരിച്ചുകൊണ്ട് ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, നമുക്ക് അനസ്തേഷ്യ വേണ്ട, നമുക്ക് ആളെ ജസ്റ്റ് ഒരു ഓറൽ സെഡേഷൻ കൊടുത്തിട്ട് നമുക്ക് ട്രൈ ചെയ്യാം. പക്ഷേ അവർ നിങ്ങൾ ഹോപ്പ് വെക്കേണ്ട, കാരണം ഈ ഓറൽ സെഡേഷൻ കൊടുത്താൽ 6 മാസമുള്ള കുട്ടി പോലും ചിലപ്പോൾ ഉറങ്ങാറില്ല. അപ്പോൾ 7.25 വയസ്സുള്ളൊരു കുട്ടി MRI പോലുള്ള ഒരു പ്രൊസീജിയറിന് അങ്ങനെ സഹകരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അത്ര സൗണ്ടാണല്ലോ MRI. ഒരു പ്രാവശ്യമെങ്കിലും എടുത്തവർക്കറിയാം, നല്ല സൗണ്ടാണ് MRI മുറിയിൽ. അങ്ങനെ അവരത് അങ്ങനെ ഒരു കാര്യം ചെയ്തു. അപ്പോൾ അതിനുള്ള പെർമിഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ നമ്മൾ MRI മുറിയിലേക്ക് ഇവൾക്ക് ഓറൽ സെഡേഷൻ കൊടുത്തു. ഫസ്റ്റ് ട്രയൽ ഓറൽ സെഡേഷൻ കൊടുത്തെങ്കിലും അവൾ ഒട്ടും സഹകരിച്ചില്ല. അവിടെ ചെന്ന് നമ്മൾ MRI റൂമിൻ്റെ പുറത്ത് നിൽക്കുമ്പോൾ ഇവൾ എണീറ്റു. അപ്പോൾ ആ സമയത്ത് ഞാൻ ആകെ വിഷമിച്ചു. കാരണം അപ്പോഴും ഞാൻ MRI റൂമിന് പുറത്ത് ഉടമ്പടി ഉപ്പിട്ടൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ആദ്യം MRIക്ക് വേണ്ടി കൊണ്ടുപോകുന്നത്. പക്ഷേ അവൾ എണീറ്റു. അപ്പോൾ എനിക്ക് ആകെ വിഷമായി. ഞാൻ ഓർത്തു, ദൈവമേ ഇതെന്താ ഇത്രയും വരെ എത്തിച്ചിട്ട് തിരിച്ചു പോകാൻ ഇടവരുത്തല്ലേ, പരിശുദ്ധ അമ്മേ നീ ഇടപെടണേ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ എയിംസിൽ തന്നെ അവിടെ MRI റൂമിൻ്റെ ഇൻചാർജിനോട് ഞാൻ പറഞ്ഞു, ഇനിയൊരു ഓപ്പർച്യൂണിറ്റിയും കൂടി തരുമോ, ഒരു സ്ലോട്ടും കൂടി തരുമോ എന്ന് പറഞ്ഞപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവർ പറയാണ്, നിങ്ങൾ എപ്പോഴാണോ കുഞ്ഞു ഉറങ്ങുന്നത് അപ്പോൾ കൊണ്ടുവന്നോളൂ, ഞാൻ എടുത്ത് തന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടാമതും മോൾ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കൊണ്ടുപോയി. ആ MRI സ്ലോട്ടിൽ ഞങ്ങൾക്ക് കുഞ്ഞിനെ കൃത്യമായി ആ 20 മിനിറ്റോളം എടുത്തു MRIക്ക് വേണ്ടിയിട്ട്. ആ 20 മിനിറ്റും അത്രയും ശബ്ദത്തിൽ വെറും ഒരു ഓറൽ സെഡേഷൻ്റെ ബലത്തിൽ മോൾ അവിടെ കിടന്നു. MRI തീരുന്നതിന് ഒരു 5 മിനിറ്റ് മുന്നേ MRI ടെക്നീഷ്യൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മോള് എണീറ്റില്ല, പക്ഷേ ഉടനീളം ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് MRI പെർഫെക്റ്റ് ആകുമെന്ന് നമുക്ക് ഉറപ്പില്ല. അപ്പോൾ അത്രയും നേരം ഞാൻ കണ്ണടച്ചുകൊണ്ടിരുന്ന് പ്രാർത്ഥിച്ചിരുന്നത്. ഞാനാണ് മോളുടെ ഒപ്പം MRI റൂമിൽ കയറിയത്, കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പരിശുദ്ധ അമ്മേ നീ ഇവിടെ ഉണ്ടെന്നുള്ളതിന് എനിക്കൊരു അടയാളം തരണം,
തരണം എന്ന് പറഞ്ഞിട്ടാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പം കണ്ണ് തുറന്നിട്ടില്ല, ഒരു സെക്കൻഡിലേക്ക് പോലും ഞാൻ കണ്ണ് തുറന്നിട്ടില്ല. ഇവർ വന്ന് എന്നെ തോണ്ടി വിളിക്കുമ്പോഴാണ് ഞാൻ കണ്ണ് തുറക്കുന്നത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് വന്നതിൻ്റെ മനസ്സിൽ വന്നത്, മാതാവേ നീ ഇവിടെ ഉണ്ടെന്നുള്ളതിന് എനിക്ക് അടയാളമായി. ഇവരെൻ്റെ അടുത്ത് ഇപ്പോൾ തിരിച്ചു വന്ന് പറയണം, ഈ MRI ആക്സെപ്റ്റബിൾ ആണ്, ഒരു കുഴപ്പമില്ല, രണ്ടാമതൊരു MRI എടുക്കാൻ ഇടവരുത്തരുത്. അതുപോലെ തന്നെ അവർ തിരിച്ചു വന്നിട്ടും പറഞ്ഞു, ഒരു കുഴപ്പമില്ല കേട്ടോ, ഞങ്ങൾ സീനിയറിനെ കാണിച്ചു, ഈ MRI തന്നെ മതി. അങ്ങനെ ഒരു അനസ്തേഷ്യയുടെയും ആവശ്യമില്ലാതെ പരിശുദ്ധ അമ്മ ആ ഒരു കാര്യം, ആ ഒരു MRI വെറും ഒരു ഓറൽ സെഡേഷനിൽ ഞങ്ങൾക്ക് നടത്തി തന്നു. നമ്മൾ ഒരുപാട് വലിയ വലിയ രോഗസൗഖ്യങ്ങളാണ് ഇവിടെ കേൾക്കുന്നത്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും മരുന്നൊക്കെ കഴിക്കുന്ന കുട്ടിയാണ്. അതിൻ്റെ ഭാഗമായി ഒരു അനസ്തേഷ്യ എന്തോ എൻ്റെ മനസ്സുകൊണ്ട് എനിക്കത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മാതാവിനോട് ചോദിച്ചത്, മാതാവ് ഇതില്ലാതെ നടത്താൻ സാധിക്കുമെന്ന്. മാതാവ് അത് നടത്തി തന്നു. പരിശുദ്ധ അമ്മയ്ക്ക്, കൃപാസന മാതാവിന് ഒത്തിരി ഒത്തിരി നന്ദി. ഈശോയിൽ നിന്നും ഈ ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് മേടിച്ചു തന്ന അമ്മയ്ക്ക് ഒത്തിരി നന്ദി. മോളുടെ MRI അതുപോലെ റിസൾട്ട് നോർമലായി വന്നു. EGയിൽ വേരിയേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ MRI ഡോക്ടേഴ്സ് പ്രതീക്ഷയിൽ നിന്ന് വിപരീതമായി. അവർ പറഞ്ഞു MRI എന്താ നോർമലാണ്, കുഴപ്പമില്ല. ഒരു കാര്യം കൂടെ ഈ സന്ദർഭത്തിൽ പ്രത്യേകം എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം EGയിൽ അത്യാവശ്യം നല്ല വേരിയേഷനുള്ളൊരു കുട്ടിയാണ് ഇസഡോറ. ആ അവസരത്തിലും അവർ പറയുന്നത്, ഈ ഒരു EG വെച്ചിട്ട് MRI നോർമൽ ആണെങ്കിൽ പോലും ഈ കുട്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ ഉള്ളൊരു സാധ്യത വളരെ കുറവാണ്. അതിനുള്ളൊരു ഉത്തരം ഞങ്ങളുടെ കയ്യിലില്ല. പക്ഷെ അതിനുള്ളൊരു ഉത്തരമായി ഞാൻ ഇന്നും വിശ്വസിക്കുന്നത് ഈശോയുടെ വലിയ അനുഗ്രഹം, ഈശോയുടെ കയ്യൊപ്പ് എൻ്റെ കുഞ്ഞിൻ്റെ മേലുണ്ട് എന്നുള്ളതാണ്. പരിശുദ്ധ അമ്മ അന്ന് മുതൽ ഈ നിമിഷം വരെ എൻ്റെ കുഞ്ഞിനെ അമ്മയുടെ തൃക്കരങ്ങളിൽ, അമ്മയുടെ ആ നീലങ്കിയിൽ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇത്രയും മാറ്റങ്ങളും ഇത്രയും കാര്യങ്ങൾ എൻ്റെ കുഞ്ഞിന് ഈ രോഗാവസ്ഥയോട് കൂടി തന്നെ ചെയ്യാൻ പറ്റുന്നത്. ഈ അനുഗ്രഹത്തിനും പരിശുദ്ധ അമ്മയ്ക്ക് ഒത്തിരി 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 നന്ദി. മൂന്നാമത്തെ എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാനൊരു ഡെൻറ്റൽ ബ്രിഡ്ജിങ് ചെയ്തിരുന്നു. ഏകദേശം ഒരു വർഷത്തിന് മേലെയായി. പക്ഷേ ഈ ബ്രിഡ്ജിങ് ചെയ്തതിന് ശേഷം എനിക്കൊരു 6 മാസത്തോളം കണ്ടിന്യൂസ് ഇൻഫെക്ഷൻസ് ആയിരുന്നു. എവറി 2 hours ഞാൻ ഈ എന്തെങ്കിലും ഒരു ജെല്ലോ ഓയിൻമെൻറ്റോ ഇങ്ങനെ അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ ഈ അവർ മൗത്ത് വാഷ് തന്നിരിക്കുന്ന അത് യൂസ് ചെയ്യണം. അത് യൂസ് ചെയ്ത് അവസാനം എനിക്ക് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയും ആകെ വായിലൊക്കെ മരവിപ്പ് വരുന്നൊരവസ്ഥ. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നത് പ്രൊസീജിയറിൽ വന്നൊരു പ്രശ്നം കൊണ്ടല്ല, പക്ഷേ തൻ്റെ ഗംസിൻ്റെ എന്തോ പ്രശ്നം കൊണ്ടാണെന്നാണ്. അങ്ങനെ ഞാൻ മരുന്നുകളെല്ലാം നിർത്തി, ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഉടമ്പടി തൈലം, വിശ്വാസ പ്രമാണം പറഞ്ഞുകൊണ്ട് ഞാൻ തേച്ചു, മരുന്നായി ഉപയോഗിച്ചു, ഉപ്പ് ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി അന്ന് മുതൽ ഇന്ന് വരെ പിന്നീട് എനിക്ക് ആ ഒരു ഇൻഫെക്ഷൻ വന്നിട്ടില്ല. എന്നുകൊണ്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് എനിക്ക് ആ ബ്രിഡ്ജിങ്ങിൽ തോന്നിയാൽ പോലും ഞാൻ ആകെ ചെയ്യുന്നത് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇതിനും അമ്മയ്ക്ക് ഞാൻ ഒത്തിരി 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 നന്ദി പറയുന്നു. ഹസ്ബൻഡ്, പിന്നെ നാലാമത്തെ ഒരു കാര്യം, ഹസ്ബൻഡിൻ്റെ ജോലി മേഖലയിൽ ഹസ്ബൻഡിന് കുറച്ച് ഫണ്ടിൻ്റെ സാങ്ഷൻ ആവാനുള്ളൊരു ബുദ്ധിമുട്ട് വന്നിരുന്നു. ഞാൻ പ്രത്യേകമായി അമ്മയോട് ഒത്തിരി ചോദിച്ച് മേടിച്ചതൊന്നുമല്ല. പക്ഷേ എന്നാലും പ്രാർത്ഥനയുടെ സമയത്ത് ആൾ എന്നോട് ഇങ്ങനെ ഒരു കാര്യം ഷെയർ ചെയ്തപ്പോൾ ഞാനത് ഡെയിലി ബ്രെഡിൻ്റെ സമയത്താണെങ്കിലും ഞാനത് ഓർത്ത് പ്രാർത്ഥിച്ചിരുന്നു. എന്താണെങ്കിലും അതൊന്ന് അതിൻ്റെ തടസ്സം മാറാനും ആ ഫണ്ട് എന്താണോ അപ്രൂവ് ആയി വരേണ്ടത് അപ്രൂവ് ആകാനും വേണ്ടി അധികം താമസിയാതെ തന്നെ എൻ്റെ ആദ്യത്തെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ തന്നെ ആ ഫണ്ടാണെങ്കിലും ഹസ്ബൻഡിന് അത് അപ്രൂവ് ആയി വന്നു. ഇതുവരെ ഈശോ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും, കൃപാസന മാതാവിൻ്റെ മാധ്യസ്ഥത്തിലൂടെ ഈശോ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും പ്രത്യേകം നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായി ഞാൻ പത്രം മേടിച്ച് എൻ്റെ ജോലി മേഖലകളിലും ഭവനങ്ങളിലും പള്ളികളിലും ഞാൻ കൊടുക്കുമായിരുന്നു. എന്നെക്കൊണ്ട് സാധിക്കുന്നവരോടെല്ലാം തന്നെ ഞാൻ ഈശോയെക്കുറിച്ചും പരിശുദ്ധ അമ്മയെക്കുറിച്ചും ഞാൻ സംസാരിക്കും. ഇതാണ് ഞാൻ എന്നെക്കൊണ്ടാവുന്ന രീതിയിലുള്ള പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ചെയ്തിരുന്നത്. എൻ്റെ കയ്യിൽ എപ്പോഴും ലോക്കറ്റ് ഉണ്ടാവും. ഇവിടുത്തെ എവിടെയെങ്കിലും ഒരു ആൾ ഞാൻ കാണുകയാണ്, ആവശ്യമുള്ള ഒരാളാണെങ്കിൽ, വ്യക്തിയാണെങ്കിൽ, ഞാൻ ആ ലോക്കറ്റോ പത്രമോ എന്തെങ്കിലും ഒന്ന് കൊടുക്കും. ഇവിടെ നിന്നുള്ള എന്തെങ്കിലും ഒരു വ്യഞ്ചരിച്ച വസ്തുക്കൾ ഞാൻ കൈമാറാറുണ്ട്. പിന്നെ കാരുണ്യപ്രവർത്തികൾ എന്ന് പറയുന്നത് എൻ്റെ അറിവിലേക്ക് ഞാൻ അറിയുകയാണ്. ഇപ്പം മരുന്നിനോ അല്ലെങ്കിൽ കല്യാണ ആവശ്യങ്ങൾക്കോ, അതല്ല ഹോസ്പിറ്റൽ ആവശ്യങ്ങൾക്ക്, ചികിത്സയ്ക്ക്, പഠനത്തിന്, അങ്ങനെ ഏതെങ്കിലും മേഖലകളിൽ ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എന്നേലാകുന്ന വിധം ഞാൻ സാമ്പത്തിക സഹായം ചെയ്യാറുണ്ട്. ഇതാണ് എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ചെയ്യുന്ന കാരുണ്യപ്രവർത്തികൾ. ഈശോയ്ക്കും അമ്മയ്ക്കും ഒത്തിരി 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 നന്ദി. വലിയൊരു സംരക്ഷണത്തിലൂടെ കടന്നു പോകുന്നൊരു കുടുംബമാണ് ഞങ്ങളുടെ. ഇങ്ങനെ മോൾക്കുര കണ്ടീഷൻ ഉണ്ടെങ്കിൽ പോലും മാനസികമായി തളരാതെ ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഈശോയുടെ വലിയ സ്നേഹവും പരിശുദ്ധ അമ്മയുടെ പ്രത്യേക കരുതലുമാണ്. അതിന് ഒത്തിരി 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 നന്ദി. തോബിത്തിന് 6-ാം തിരുവചനം. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടി നിങ്ങൾ കർത്താവിലേക്ക് തിരിയുകയും അവിടുത്തെ സന്നിധിയിൽ സത്യസന്ധമായി വ്യാപരിക്കുകയും ചെയ്താൽ അവിടുന്ന് നിങ്ങളെ കടാക്ഷിക്കും, നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കുകയില്ല. അവിടുന്ന് നിങ്ങൾക്ക് ചെയ്ത നന്മയെപ്പറ്റി ചിന്തിക്കുവിൻ, ഉച്ചത്തിൽ അവിടത്തേക്ക് കൃതജ്ഞതയർപ്പിക്കുവിൻ. നിതില, ലൈബിൻ എന്ന ഈ മക്കൾ ഇവിടെ വന്ന് അവരുടെ ജീവിതത്തിലുണ്ടായ എല്ലാ പ്രതിസന്ധികളിലും
ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ അവരുടെ ജീവിതത്തിൽ ചെയ്ത വലിയ അത്ഭുതങ്ങളെക്കുറിച്ചാണ് അവരിപ്പോൾ ഇവിടെ ഏറ്റുപറഞ്ഞുകൊണ്ടിരുന്നത്. നിധില പറയുന്നത്, അവരുടെ ഈ സാക്ഷ്യം നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത്, ഈ ഉടമ്പടി എല്ലാ കണ്ടൻറ്റുകളും അടങ്ങി, ഓൾമോസ്റ്റ് എല്ലാ കണ്ടൻറ്റും അടങ്ങിയിട്ടുള്ള ഒരു നല്ല സാക്ഷ്യമാണെന്ന് നമുക്ക് തോന്നും. കാരണം അവരുടെ ജീവിത പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മ അവർക്ക് മാധ്യസ്ഥം വഹിക്കുന്നത് ലൈറ്റ് വെയ്റ്റിന്, അവരുടെ ജീവിത ഭാരമെല്ലാം സമയച്ചുരുക്കത്തിൽ തന്നെ ലഘൂകരിച്ചു കൊടുക്കുന്ന ഒരു വലിയ സാക്ഷ്യമാണ്. അതുപോലെ തന്നെ മകളുടെ അവാർഡ്, ബെസ്റ്റ് മാനേജർ അവാർഡ്, അവരൊട്ടും തന്നെ അപ്രതീക്ഷിതമായ സമയത്ത് വളരെ നോർമലായി ചെയ്തുകൊണ്ടിരുന്ന ജോലികളിൽ ഈശോ അവർക്ക് വലിയൊരു റെക്കഗ്നീഷൻ കൊടുക്കുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം, എൻ്റെ അമ്മയുടെ സാമീപ്യം എനിക്കുണ്ടോ എന്ന് ചോദിക്കുമ്പോഴെല്ലാം കുഞ്ഞിൻ്റെ MRI സമയത്ത് ഇങ്ങനെ ഒരു ഫിറ്റ്സ് പ്രോബ്ലമുള്ളൊരു കുഞ്ഞ്, വളരെ വൈകല്യങ്ങളുള്ളൊരു കുഞ്ഞിനെ MRI എടുക്കുന്നത് ഒരു നോർമൽ ഓറൽ അനസ്തേഷ്യ, ഒരു സെഡേഷനിൽ സാധ്യമല്ല എന്ന് നമുക്കറിയാം. പക്ഷേ ഈ ഒരു നോർമൽ സെഡേഷനിലൂടെ കുഞ്ഞിനുണ്ടായ ആ ഒരു MRI ടെസ്റ്റ് അവർക്ക് സാധ്യമായത് തികച്ചും പരിശുദ്ധ അമ്മ അവരുടെ എല്ലാ സങ്കടങ്ങളിലും അവരെ കേൾക്കുന്നു, അവരെ കാണുന്നു, അവരുടെ എല്ലാ കാര്യങ്ങളും ഈശോയ്ക്ക് പറഞ്ഞ് അവരെ ഏൽപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ്. അവരുടെ ജീവിതത്തിൽ കുറവുകളും പോരായ്മകളും സങ്കടങ്ങളും ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഇതിലെല്ലാം ഈശോയെ ചേർത്ത് പിടിച്ച് എപ്പോഴും ഈശോ എൻ്റെ രക്ഷകനാണെന്ന് ഏറ്റുപറയാനുള്ള അവരുടെ ചങ്കൂറ്റത്തെയാണ് ഈ സാക്ഷ്യം നമ്മെ വളരെയധികം പ്രേരണ നൽകുന്നത്. അതുപോലെ തന്നെ നിതില പറയുന്നുണ്ട്, അവർക്കൊരു ഡെൻ്റൽ ബ്രിഡ്ജിങ് നടക്കേണ്ടി വന്നപ്പോഴെല്ലാം പരിശുദ്ധ അമ്മയുടെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പോലും പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം അപേക്ഷിക്കുവാനും ഈശോയുടെ സൗഖ്യം അനുഭവപ്പെടാനും, അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ പ്രതിസന്ധികളിലെല്ലാം അവർക്ക് ഈശോ വളരെയധികം കൂട്ടിച്ചേർത്ത് അവരെ ഈശോയെ കൂട്ടിച്ചേർക്കുന്ന ഒരു വലിയ അനുഭവമാണ് അവർ പങ്കുവയ്ക്കുന്നത്. എപ്പോഴും അവർ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈശോയെ കൈമാറുന്ന, ക്രിസ്തു കൈമാറ്റം നടത്തുന്ന ഒരവസ്ഥാവിശേഷം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞങ്ങളുടെ സങ്കടങ്ങളിലും ഈശോ ഞങ്ങളോടൊപ്പമുണ്ട്, ഈശോ രക്ഷകനാണെന്ന് ഏറ്റുപറയാനുള്ള, പ്രഖ്യാപിക്കുവാനുള്ള ഒരു വിശ്വാസത്തിൻ്റെ വളർച്ചയിലേക്ക് അവർ ഇന്ന് എത്തിയിരിക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ എന്ന് പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ നമ്മളതിനെ സഹായിക്കട്ടെ. നിതിലയുടെ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും സൗഖ്യത്തിനും സൗഭാഗ്യത്തിനും അവരുടെ അഹ്റോൻ്റെ വടി പോലെ ഇനിയും അവരുടെ ജീവിതം പച്ചപിടിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് തന്നെ ഇന്ന് ഈ ആൾത്താരിൽ ഇവിടെ നിൽക്കാൻ സാധിച്ചതിന് ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ജിയ മേരി ജോഷി. ഞാനൊരു കത്തോലിക്ക വിശ്വാസിയാണ്. ഞാൻ ഓസ്ട്രേലിയയിൽ BSc നഴ്സിംഗ് പഠിക്കുന്നു. ഞാനിതിവിടെ രണ്ടാമത്തെ തവണയാണ് എനിക്കിവിടെ സാക്ഷ്യം പറയാൻ ദൈവം അനുഗ്രഹിച്ചത്. ആദ്യത്തെ തവണ ഞാൻ സാക്ഷ്യം പറഞ്ഞത് ഞാൻ ഓസ്ട്രേലിയയിൽ പോകാൻ ദൈവം എന്നെ പരിപാലിച്ച കാര്യങ്ങളാണ്. ഇപ്പോൾ രണ്ടാമത്തെ തവണ ഞാനിവിടെ നിൽക്കുമ്പോൾ ആ ഒരു വർഷക്കാലം ഞാൻ ആദ്യമായിട്ട് ഓസ്ട്രേലിയയിൽ പോയത് ഫെബ്രുവരി 1 2025 അപ്പോൾ ഈ ഒരു വർഷക്കാലം എങ്ങനെയാണ് ദൈവം എന്നെ പരിപാലിച്ചത് എന്ന് അതിന് നന്ദിയും അതിന് സാക്ഷ്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. എനിക്ക് അക്കോമഡേഷൻ കിട്ടിയത് ഒരു മലയാളി കുടുംബത്തോടൊപ്പം ആയിരുന്നു. അപ്പോൾ ആ കുടുംബമാണെങ്കിൽ എനിക്ക് പള്ളിയിൽ പോകാനുള്ള അനുവാദമോ അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊന്നും ഭയങ്കര തടസ്സമായിരുന്നു, എനിക്ക് സാധിക്കുന്നില്ലായിരുന്നു. ഞാനാണെങ്കിൽ നാട്ടിലായിരുന്ന സമയത്തെ അവിടുത്തെ കത്തോലിക്ക പള്ളിയിലൊക്കെ നോക്കി വെച്ചിട്ടാണ് പോയത്. പക്ഷേ എനിക്ക് അവിടെ ചെന്നിട്ട് അതിനൊന്നും സാധിക്കുന്നില്ലായിരുന്നു. എനിക്കാണെങ്കിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് മാത്രം മാതാവിനെ ഈശോയുടെയും രൂപം വെച്ചിട്ട് ഞാൻ ഇവിടുന്ന് ഒരു മാതാവിൻ്റെ രൂപം കൊണ്ടാണ് പോയത്. മൊത്തത്തിലൊരു വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. എനിക്ക് നാട്ടിലായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ചെന്നപ്പോൾ ഒരു ഡിപ്രഷൻ സ്റ്റേജിലോട്ട് ആണ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ദിവസം ഇവർ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. അപ്പം മമ്മിയും പപ്പയും ആണെങ്കിൽ ഇവിടെ വന്ന് ഉടമ്പടി സാക്ഷ്യം പുതുക്കിയായിരുന്നു, എനിക്ക് വേറൊരു അക്കോമഡേഷൻ ശരിയാക്കി തരണേന്ന്. അങ്ങനെ ദൈവത്തിൻ്റെ കൃപയാൽ ഒരു ദിവസം ഇവരെന്നോട് പറഞ്ഞു ഇവിടുന്ന് മാറണം എന്ന്. പക്ഷേ എനിക്ക് അറിയത്തില്ലായിരുന്നു എങ്ങോട്ട് പോകണമെന്ന്. കാരണം എനിക്ക് അവിടെ അങ്ങനെ ആരെയും പരിചയമില്ല. എല്ലാ അക്കോമഡേഷനെല്ലാം ഫില്ലായി. എനിക്കൊരു വഴി ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്ന എൻ്റെ ആശ്രയം ഈ മാതാവും ഈശോയും. എനിക്കൊരു ബൈബിൾ ഉണ്ടായിരുന്നു, പിന്നെ ഇവിടുന്ന് കൊണ്ടുപോയ എൻ്റെ ഒരു മാതാവിൻ്റെ ഒരു ഫോട്ടോയും പിന്നെ ഈശോയുടെ ഒരു ഫോട്ടോയും, ഇത് മാത്രമായിരുന്നു. പക്ഷേ അന്ന് അവരെ പറഞ്ഞ ദിവസം തന്നെ
ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കൊച്ചിൻ്റെ അടുത്ത് അവളുടെ കൂടെ എനിക്കൊരു അക്കോമഡേഷൻ ദൈവം അന്ന് തന്നെ ശരിയാക്കി തന്നു. പിറ്റേ ദിവസം തന്നെ എനിക്ക് മാറാനും എനിക്ക് സാധിക്കുമ്പോഴൊക്കെ പള്ളിയിൽ ഇപ്പോൾ പോകാൻ പറ്റുന്നുണ്ട്. എനിക്ക് തോന്നുമ്പോഴെല്ലാം എനിക്ക് കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റുന്നുണ്ട്. കുർബാനയുടെ പ്രാധാന്യം ഞാൻ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയപ്പോൾ എനിക്ക് മനസ്സിലായി. അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. അതുപോലെ രണ്ടാമത്തെ സാക്ഷ്യം, എനിക്കാണെങ്കിൽ ഒരു പാർട്ട് ടൈം ജോബിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ട് ആദ്യമൊക്കെ ഒത്തിരി റിജക്ഷൻസ് ആയിരുന്നു. ഞാനാണെങ്കിൽ കൃപാസനത്തിലെ നേർച്ച വസ്തുക്കളായ ഉപ്പും അതുപോലെ തൈലവും നെറ്റിൽ പുരട്ടിയിട്ടും ആണ് എല്ലായിടത്തും പൊയ്ക്കൊണ്ടിരുന്നതും. അങ്ങനെ ഞാൻ എൻ്റെ റെസ്യൂമിൽ തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. ആ റെസ്യൂമെ ഞാനൊരു കെയർ ഹോമിൽ കൊണ്ട് കൊടുത്തു. ആദ്യം അവർ പറഞ്ഞു, അതായത് ഇവിടെ ഇപ്പോൾ ആൾക്കാരെ ഒന്നും എടുക്കുന്നില്ല. പക്ഷെ ഞാൻ അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു, അതുപോലെ ഭിത്തിയിലൊക്കെ തൈലം പുരട്ടി. അത് കഴിഞ്ഞ് കുറച്ച് ആഴ്ചകൾക്ക് ശേഷം ഞാൻ ഓൺലൈനിലും അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ രാവിലത്തെ പ്രാർത്ഥന കഴിഞ്ഞ് നോക്കിയപ്പോൾ എൻ്റെ തിരിയേൽ ഒരു പൂ പോലെ എനിക്ക് വന്നു. അന്നേരം എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് അവിടുന്ന് ഇൻ്റർവ്യൂവിൻ്റെ കോൾ വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് മാതാവിൻ്റെ കൃപ കൊണ്ട്, ഈശോയുടെ കൃപ കൊണ്ട് അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇതെനിക്ക് ദൈവം തന്ന ജോലിയാണെന്ന് മനസ്സിലായി. അങ്ങനെ എനിക്ക് ആ ജോലി അവിടെ കിട്ടി. എനിക്കിപ്പോൾ അവിടെ പെർമനൻ്റായിട്ട് ഒരു കെയർ ഹോമിൽ ഞാൻ കെയറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. പിന്നെ അതുപോലെ എനിക്കാണെങ്കിൽ ഒരു ജോലിയിലൂടെ എൻ്റെ കുടുംബത്തെ എനിക്ക് നോക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അതെനിക്കിപ്പോൾ സാധിക്കുന്നുണ്ട്. അതുപോലെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു ദിവസം ഞാൻ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് എനിക്ക് മാതാവിൻ്റെ ഒരു സ്വപ്നം ഉണ്ടായി. അതായത് അന്നത്തെ രാത്രിയിൽ ഞാൻ ഭയങ്കര വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പം ഞാൻ മാതാവിൻ്റെ, എനിക്ക് ഇവിടെ കൃപാസനത്തിൽ നിന്ന് എനിക്ക് മുല്ലപ്പൂവിൻ്റെ മണവും അതുപോലെ മാതാവിൻ്റെ തിരിയലും രൂപങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഞാൻ സ്വപ്നം കണ്ടിട്ടില്ലായിരുന്നു മാതാവിനെ. അപ്പോൾ അതെൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പം എന്തോ വലിയൊരു മാനസികമായിട്ട് വിഷമത്തിലൂടെ കടന്നു പോകുന്നൊരവസ്ഥയായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് കിടന്നുറങ്ങി. അന്ന് ഞാനൊരു സ്വപ്നം കണ്ടു മാതാവിനെ. അതായത് ഞാനാണെങ്കിൽ ഒരു പള്ളിയിൽ നിൽക്കുന്നു. അപ്പം പള്ളിയുടെ ഉള്ളിൽ ഒരു പെൺകൊച്ചിങ്ങനെ ഇങ്ങനെ ഫ്രണ്ടിലൂടെ നടന്നു പോകുന്നുണ്ട്. അപ്പം ആ കൊച്ച് അറിയുന്നില്ല, ആ കൊച്ചിൻ്റെ പുറകിൽ നിൽക്കുന്നത് ഈ കൃപാസനത്തിലെ മാതാവായിരുന്നു. ഞാൻ ശരിക്കും കണ്ടതാണ്, ഈ കൃപാസനത്തിലെ മാതാവിനെ ഞാൻ കണ്ടു. അതിലൂടെ ഒത്തിരി എനിക്ക് മനസ്സിലായി. അതായത് മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്നും, എനിക്ക് ഇപ്പം എന്ത് പ്രതിസന്ധി വന്നാലും, ഇപ്പം ഈ ജോലി കിട്ടിയതോ അല്ലെ ഓസ്ട്രേലിയ പോയതോ അതൊന്നും അല്ല. ഇപ്പം എൻ്റെ സാഹചര്യമാണെങ്കിലും എനിക്ക് ദൈവം മതി എന്നൊരു അത്രയ്ക്കും എനിക്ക് എൻ്റെ വിശ്വാസം സ്ട്രോങ് ആയി. മാതാവ് കൂടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഒരു ദിവസം ഒരു കള്ളൻ കയറി. അതായത് എൻ്റെ റൂമിൽ മാത്രം, പക്ഷേ ആ കള്ളൻ കയറിയില്ല. അപ്പം എൻ്റെ കൂടെയുള്ള പിള്ളേർക്ക് അതൊരു വലിയൊരു വിശ്വാസ അനുഭവമായിരുന്നു. അവർക്കതൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക, വിശ്വാസത്തിലോട്ട് അവരെ അത് കൂടുതൽ അടുപ്പിച്ചു. എൻ്റെ കൂടെയുള്ള കൊച്ചാണെങ്കിൽ ഇവിടെ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ കള്ളം കയറിയ സമയത്ത് ഞാൻ മമ്മിയോട് പറഞ്ഞിരുന്നില്ല. ഞാൻ രാവിലെ മമ്മീനെ വിളിച്ചപ്പോഴാണ് മമ്മി പറയുന്നത്, മമ്മിയാണെങ്കിൽ ഇങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു മാതാവ് ഇങ്ങനെ കസേരയിൽ വന്ന് അന്ന് രാത്രി. മമ്മി അന്ന് ആദ്യമായിട്ടാണ് സ്വപ്നം കാണുന്നത് മാതാവിനെ. അതുപോലെ തന്നെ അങ്ങനെ മമ്മി പറഞ്ഞു. അതായത് അപ്പോഴാണ് ഞാൻ പറയുന്നത് എൻ്റെ വീട്ടിൽ കള്ളം കയറിയെന്നും ഈ കാര്യങ്ങളെല്ലാം. അപ്പോഴാണ് മമ്മി പറയുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവം എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തതാണ്. കാരണം ആ കള്ളനാണ് ഒരു കൊച്ചിൻ്റെ റൂമിൻ്റെ ജനലിൽ കൂടെ കയറി വേറൊരു കൊച്ചിൻ്റെ ഉള്ളിൽ നിന്ന സമയത്ത് അങ്ങനെയാണ് ആ കൊച്ചിൻ്റെ താക്കോലും അങ്ങനെ ഓരോന്നൊക്കെ മോഷ്ടിക്കാനും. പക്ഷെ കൊച്ചിനൊരു കുഴപ്പമില്ലാതെ ദൈവം അവളെയും പ്രൊട്ടക്റ്റ് ചെയ്തു. പക്ഷേ എൻ്റെ റൂമിൽ മാത്രം, എൻ്റെ റൂം ലോക്ക് പോലും ചെയ്യാതെയാണ് ഞാൻ കിടന്നുറങ്ങിയത്. പക്ഷെ എൻ്റെ റൂമിൽ മാത്രം കയറിയില്ല. അത് സത്യം പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു വലിയ സംരക്ഷണമായിരുന്നു അവിടെ. കാരണം എനിക്ക് 2 ആഴ്ചയായിട്ട് എനിക്ക് സങ്കീർത്തനം 140 കിട്ടുന്നുണ്ടായിരുന്നു. ദുഷ്ടരിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് പറഞ്ഞ സങ്കീർത്തനം. അതായത് ഞാൻ ബൈബിൾ വായിക്കുമ്പോഴൊക്കെ. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല, പക്ഷേ എനിക്ക് മനസ്സിലായി എന്നെ ഈ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്താന്ന് എനിക്ക് മനസ്സിലായി. അതുപോലെ എനിക്കാണെങ്കിൽ ആദ്യമായിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് പീരിയഡ്സിൻ്റെ ഡേറ്റ് ഞാൻ അറിയാതെ ആ സമയത്താണ് ടിക്കറ്റ് എടുത്തിരുന്നത്. പക്ഷേ എനിക്കിങ്ങനെ വയറുവേദനയൊക്കെ ഉള്ളത് കൊണ്ട് ആ ഡേറ്റ് അന്നേരം എല്ലാവർക്കും പേടിയായിരുന്നു. ഇനിയിപ്പം ഫ്ലൈറ്റിലേക്ക് ആയിരിക്കുന്ന സമയത്ത് ഭയങ്കര വേദനയാണെങ്കിൽ പ്രശ്നമാണല്ലോ എന്ന് ഓർത്തു. പക്ഷേ അങ്ങനെ ഡോക്ടറെ പോയി കണ്ടു. ഗൈനക്കോളജിസ്റ്റിനെ കണ്ടു. ഡോക്ടർ മരുന്ന് തന്നു. ഡോക്ടർ ഹോർമോൺസിൻ്റെ മരുന്ന് തന്നു. ഒരു ഡേറ്റ് തൊട്ട് കഴിച്ചു തുടങ്ങണമെന്ന് പറഞ്ഞു. പക്ഷേ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് ആ മരുന്ന് കഴിക്കാൻ തോന്നിയില്ല. കാരണം നോർമലായിട്ടുള്ളൊരു കാര്യത്തെ വെറുതെ ഇങ്ങനെ മരുന്ന് കഴിച്ച് ഇതാക്കണം എന്ന് എനിക്ക് താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഡോക്ടർ പറഞ്ഞ ആ ഡേറ്റിന് ഞാൻ മരുന്ന് കഴിക്കാൻ തുടങ്ങിയില്ല. ഞാൻ ആ മരുന്ന്
കൃപാസനത്തിലെ മാതാവിൻ്റെ ഒരു വലിയ ഫോട്ടോ വീട്ടിൽ വെച്ചിട്ടുണ്ട്. അതായത് ഞാനിങ്ങനെ പോകാൻ കാരണമായിട്ട് ഉള്ളതിൻ്റെ ഒരു നന്ദിയായിട്ട് അത് ഞങ്ങൾക്ക് അവിടെ വെച്ചിരിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ്. അപ്പം ആ മാതാവിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയി ഞാൻ വെച്ചിട്ട് പ്രാർത്ഥിച്ചു, അമ്മയ്ക്ക് അറിയാലോ എന്താണെന്നുള്ളത്. അപ്പം എനിക്കാണെങ്കിൽ അത്ഭുതം എന്ന് പറയട്ടെ, എനിക്കാണെങ്കിൽ ആദ്യമായിട്ട് ഞാനിവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞ അന്ന് തന്നെ എനിക്ക് നോർമലായിട്ട് ഇതായി. മരുന്നൊന്നും കഴിക്കേണ്ട ആവശ്യം വന്നില്ല. അതുപോലെ ഇത്രയും ചെയ്ത ദൈവത്തിനും അമ്മ മാതാവിനും കോടാനുകൂടി നന്ദി പറയുന്നു. ഇതിലൂടെയെല്ലാം എൻ്റെ വിശ്വാസം ഒത്തിരി വളർന്നു. ആരും ഇല്ലേലും ദൈവമുണ്ട് എൻ്റെ കൂടെയെന്ന് എനിക്ക് മനസ്സിലായി. ആ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തിരുന്നത്, ഞാനാണെങ്കിൽ എൻ്റെ കെയർ ഹോമിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ അമ്മച്ചിമാരെയൊക്കെ സഹായിക്കുന്ന സമയത്ത് ആ ഈശോയും മനസ്സിൽ കണ്ടുകൊണ്ടാണ് സഹായിച്ചുകൊണ്ടിരുന്നതും. പിന്നെ അവരുടെ നെറ്റി കുരിശ് വരച്ചു കൊടുക്കുകയും പിന്നെ അവരോട് പറയുമായിരുന്നു ഈശോയ്ക്ക് ഇഷ്ടമാണ്, അമ്മച്ചീന് ഇഷ്ടമാണ്, അങ്ങനെയൊക്കെ പറയുമായിരുന്നു. പിന്നെ അതുപോലെ എൻ്റെ വീടിനടുത്തുള്ള ഒരു കെയർ ഹോമിലാണേലും അവിടെ ഇങ്ങനെ പൈസ, അതായത് പറ്റുന്ന രീതിയിൽ സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് എനിക്കാണെങ്കിൽ കൃപാസനത്തിലെയും പിന്നെ അച്ഛൻ്റെ ടോക്കുകൾ അതൊക്കെ കാണുമ്പോൾ ഞാൻ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടും, അതുപോലെ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇടും. അങ്ങനെ പിന്നെ അതുപോലെ എൻ്റെ കൂടെയുള്ള പിള്ളേരോട് ഞാൻ എപ്പോഴും പറയും, ഇവിടെ കൃപാസനത്തിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടതാണ്, അതായത് എനിക്ക് അന്നേരം ഇവിടെ വരണം, ഇവിടെ എന്തായാലും വരണം, നിങ്ങൾ ഒരു തവണ വന്നാൽ എന്തായാലും നിങ്ങൾ ഇനിയും വരുമെന്ന് ഞാൻ പറയാമായിരുന്നു. അങ്ങനെ ഒത്തിരി മാതാവിലോട്ട് ഒത്തിരി പിള്ളേരെയൊക്കെ ഇങ്ങനെ എനിക്ക് പറഞ്ഞ് ഇത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അവരെ ആത്മീയമായിട്ട് വിശ്വാസത്തിൽ ശക്തിപ്പെടുത്താൻ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ബൈബിൾ വായിക്കാൻ ദൈവം അനുഗ്രഹം തന്നു. അതായത് എനിക്ക് പ്ലേസ്മെൻറ്റിൻ്റെ സമയത്ത് മുടക്കം കൂടാതെ ആ 15 ദിവസവും എനിക്ക് ബ്രേക്കിൻ്റെ സമയത്ത് ഒരു മുടക്കം കൂടാതെ എനിക്ക് ബൈബിൾ വായിക്കാൻ ദൈവം അനുഗ്രഹം തന്നു. അതുപോലെ തന്നെ എനിക്ക് സാധിക്കുമ്പോഴൊക്കെ ഞാൻ ബൈബിൾ വായിക്കാറുണ്ട്. എല്ലാത്തിനും ഉപരിയായിട്ട് ഒത്തിരി തവണ ഇതിൻ്റെ ഇടയ്ക്ക് ഓരോ പ്രലോഭനങ്ങളും കാര്യങ്ങളും, അതായത് രാവിലെ എണീക്കാൻ മടിയും അങ്ങനെയൊക്കെ കാര്യങ്ങൾ വരാറുണ്ടെങ്കിലും മാതാവ് ഈശോയും എന്നെ ഒരു മകളെ പോലെ തിരിച്ച് അതിലോട്ട് കൊണ്ടുവരുന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഒരിക്കലും അവരെന്നെ ശിക്ഷിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അവരാണെങ്കിൽ എന്നെ എപ്പോഴും ഒരു മകളെ പോലെയാണ് കാണുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്കിപ്പോൾ ഈ അമ്മയെ നോക്കുമ്പം ഒരമ്മയെ കാണുന്ന അതേ ഫീലോട് കൂടിയാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. അതിനുള്ള കൃപ എനിക്ക് തന്ന ദൈവത്തിനും തിരുകുമാരനും കോടാനുകൂടി നന്ദി. സക്കറിയ 9:8 ആരും കയറിയിറങ്ങി നടക്കാതിരിക്കുവാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ചു, കാവൽ നിൽക്കും. ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല. എൻ്റെ കണ്ണ് അവരുടെ മേൽ ഉണ്ട്. ജിയ മേരി ജോഷി എന്ന ഈ മകളുടെ മരിയൻ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യമാണ് നാം കേട്ടത്. മകൾ വിദേശത്ത് ചെന്നെത്തുമ്പോൾ മകൾക്ക് വേണ്ടി ഒരുക്കിയിരുന്ന ഭവനം മാതാവിൽ വിശ്വാസമില്ലാത്ത ഒരു കുടുംബമായിരുന്നു. അതുകൊണ്ട് തന്നെ ദേവാലയത്തിൽ പോകുവാനോ കത്തോലിക്ക വിശ്വാസമില്ലാത്ത കുടുംബവുമായിരുന്നു. അതുകൊണ്ട് തന്നെ ദേവാലയത്തിൽ പോകുവാനോ പ്രാർത്ഥനകൾ ചൊല്ലുവാനോ ഒക്കെ മകൾക്ക് എപ്പോഴും വലിയ രീതിയിൽ തടസ്സങ്ങളും പോകാൻ അനുവദിക്കാത്ത സാഹചര്യങ്ങളുമാണ് നേരിട്ടുകൊണ്ടിരുന്നത്. മകൾക്കതാണ് വലിയ മെൻ്റൽ ടോർച്ചറായി മാറിയത്. കാരണം ഉടമ്പടിയിൽ വിശ്വസ്തയോടെ ജീവിക്കുകയും അമ്മ മാതാവിൻ്റെ സംരക്ഷണയിൽ വിദേശത്തേക്ക് പഠനത്തിനും ജീവിതത്തിനും വേണ്ടി എത്തിയ മകൾക്ക് അതെല്ലാം ആ സൗകര്യങ്ങൾ, സ്വാതന്ത്ര്യങ്ങൾ അതെല്ലാം തകർക്കപ്പെടുന്ന രീതിയിലാണ് അക്കോമഡേഷൻ മാറുന്നത്. മകൾ അതിനെയാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. അമ്മയുടെ കരങ്ങളിലേക്ക് ആ നിയോഗം കൊടുത്തുകൊണ്ട് മറ്റൊരു ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ അക്കോമഡേഷൻ കൊടുത്തവർ തന്നെ മാറണമെന്ന് ആവശ്യപ്പെടാതെ മാറാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. വലിയ സാമ്പത്തികമായ ബാധ്യതകൾ വരും. അപ്പോൾ അവരിത് മാറുവാൻ വേണ്ടി ആവശ്യപ്പെടണമെന്ന ഒരു കാര്യം കൂടി നടന്നു കിട്ടുകയും വേണം. മകൾ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത അതേ ദിവസങ്ങളിൽ തന്നെ അവർ മാറുന്നതിന് വേണ്ടി മകളോട് ആവശ്യപ്പെടുകയും മറ്റൊരു ഭവനം അതേ ദിവസങ്ങളിൽ തന്നെ കണ്ടെത്തിക്കൊണ്ട് മകളുടെ ആത്മീയ ജീവിതത്തെ സുരക്ഷിതമാക്കുവാൻ, മാനസികമായ സമ്മർദ്ദങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിടുതൽ പ്രാപിക്കുവാൻ, വിശ്വാസ ജീവിതം അമ്മ മാതാവിൽ കൂടുതൽ ആഴപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ അമ്മ ഒരുക്കി കൊടുത്ത അത്ഭുതകരമായ ഇടപെടലിനെയാണ് മകൾ ആദ്യം സാക്ഷ്യപ്പെടുത്തിയത്. പിന്നീട് മകൾ യാത്ര പോകുന്ന സമയത്തുണ്ടായ ശാരീരികമായ പ്രയാസങ്ങൾ ഏറെ ആദിയോടും ആകുലതയോടും കൂടി ആ നാളുകളിൽ ജീവിക്കുമ്പോഴും അത് സാക്ഷ്യം അൾത്താരയിൽ പറഞ്ഞു പോകുമ്പോൾ മകളുടെ ശാരീരിക വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാവുകയും
വളരെ സന്തോഷത്തോടും ആരോഗ്യത്തോടും കൂടി മകൾക്ക് വിദേശത്തേക്കുള്ള യാത്ര മറ്റൊരു മരുന്നോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കാതെ സുരക്ഷിതമായതിനെയാണ് മകൾ സാക്ഷ്യപ്പെടുത്തിയത്. അതോടൊപ്പം തന്നെ പരിശുദ്ധമ്മയുടെ നിരന്തരമായ ഒരു ബന്ധവും സ്നേഹവും ഉള്ളിൽ സൂക്ഷിക്കുന്നത് കൊണ്ട് തന്നെ ആ ആപത്തുകളിൽ നിന്നും അവിചാരിതമായ ക്ലേശങ്ങളിൽ നിന്നും മകൾ സംരക്ഷിക്കപ്പെടുന്നതും അത് ഒരു കള്ളൻ കയറിയ സമയത്ത് പോലും ആ മകൾക്ക് ലഭിച്ച സംരക്ഷണത്തെ പ്രത്യേകമായി അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തി. മകൾ കണ്ട സ്വപ്നത്തിൽ പോലും അമ്മ മാതാവ് കൂടെയുള്ളതും അമ്മ സംരക്ഷണത്തിൻ്റെ വലയത്തിൽ മകളെ ചേർത്ത് പിടിക്കുന്നതും മകൾക്കത് വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മകളുടെ അമ്മ നാട്ടിൽ സ്വപ്നം കാണുമ്പോഴും മകളുടെ മുറിയിൽ കസേരയിൽ അമ്മ മാതാവ് ഇരിക്കുന്നതായിട്ട് കണ്ടതായി വെളിപ്പെടുത്തുമ്പോൾ അതേ ദിവസം തന്നെയാണ് ആ കള്ളം കയറിയ അവസരത്തിൽ മകളുടെ മുറി മറ്റെല്ലാ ക്ലേശങ്ങളിൽ നിന്നും സംരക്ഷിക്കപ്പെട്ടതായി തിരിച്ചറിയുന്നത്. പ്രിയമുള്ളവരെ, ഉടമ്പടി നമ്മളെ എപ്പോഴും ദൈവികമായ സംരക്ഷണയിലേക്ക് നമ്മളെ നയിക്കുന്നതാണ്. അമ്മ മാതാവ് അമ്മയുടെ പ്രിയപ്പെട്ട മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈശോയ്ക്ക് സമർപ്പിച്ച് ഏതൊക്കെ ജീവിതത്തിൻ്റെ ക്ലേശ ദുരിതങ്ങൾ വന്നു ചേരുമോ അതിൽ നിന്നൊക്കെ വകഞ്ഞു മാറ്റി സംരക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ ദൈവനാമത്തെ സ്തുതിച്ച് മുന്നേറുവാൻ കൃപയും കെൽപ്പുമുള്ളതായി നിലനിർത്തുന്നതാണ് മരിയൻ ഉടമ്പടി ജീവിതത്തിലൂടെ നാം കണ്ടുകൊണ്ടിരിക്കുക. മകളുടെ ഏറ്റവും നിഷ്കളങ്കമായ ആഗ്രഹം എൻ്റെ ഈശോയുടെ ബലിയിൽ എപ്പോഴും പങ്കെടുക്കുവാനുള്ള സാഹചര്യം എനിക്കുണ്ടാവണം. ബാഹ്യമായ ഒരു തടസ്സങ്ങളും എൻ്റെ ജീവിതത്തിനത് നിഷേധിക്കുന്നതായി മാറരുത്. അങ്ങനെ നിഷ്കളങ്കമായ ദൈവസന്നിധിയിലേക്ക് എന്തു കൊടുത്താലും അമ്മ മാതാവ് നമുക്ക് വേണ്ടി അത് അനുവദിച്ച് തരുവാൻ എത്ര ശക്തിയുള്ളവരാണെങ്കിലും എത്ര കണ്ട് നമുക്കെതിരെ നിൽക്കുവാൻ കെൽപ്പുള്ളവരാണെങ്കിലും അവരെ ആ വിഷയത്തിൽ നിന്ന് മാറ്റിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഉടമ്പടി എടുക്കുമ്പോൾ ഉറച്ച് വിശ്വസിക്കണം, നമ്മളെ കരുതുവാനും ഏതാപത്തിലും അതിൽ നിന്ന് രക്ഷിക്കുവാനും നമുക്ക് അസാധ്യമെന്ന് കരുതുന്ന ജീവിത വിഷയങ്ങളുടെ മേൽ ദൈവികമായ ശക്തിയാൽ സാധ്യതകൾ തുറന്നു തരുവാനും കെൽപ്പുള്ളൊരമ്മയുടെ കൂടെയാണ് നാം ഈ സഞ്ചാരം തുടങ്ങുന്നത്. അതുകൊണ്ട് അമ്മയോട് നാം എന്താണോ വാക്ക് കൊടുത്തിരിക്കുന്നത്, ജീവിതത്തിൽ പാലിക്കുമെന്ന് ഉടമ്പടിയിൽ അമ്മയെ നാം അറിയിച്ചിരിക്കുന്നത്, ആ അമ്മയെ അറിയിച്ച ഉടമ്പടി നിബന്ധനകൾ അത് പൂർണ്ണമായും അത് മുഴുവനായും അത് നിർവഹിക്കുവാൻ വേണ്ടി നാം നിരന്തരം ശ്രദ്ധ വയ്ക്കുക. നമ്മുടെ ആത്മാവിന് ശുദ്ധതയോടുകൂടി സൂക്ഷിക്കുമ്പോൾ ദൈവാത്മാവ് നമ്മളെ നയിക്കുന്നതും ദൈവശക്തി നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നതും ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് ഏതൊരു ജീവിത സാഹചര്യത്തിലും പ്രത്യാശയോടെ മുന്നേറുവാൻ നമ്മളെ നിരന്തരം അമ്മ മാതാവും ഈശോയും നമ്മളെ ചേർത്ത് പിടിക്കുന്നതും അനുഭവിക്കുവാനാവും. അതിൻ്റെ സാക്ഷ്യവും സന്തോഷവുമാണ് ഈ മകൾ ഈ അൾത്താരയിൽ പങ്കുവെച്ചത്. ഈ മകൾക്ക് ലഭിച്ച എല്ലാ ആത്മീയ ബലങ്ങൾക്കും ജീവിത അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക്